നമ്മുടെ നീലാംബരി ഒരു കഥ എഴുതിയിരുന്നു അനുരാഗ നീർവർഷം 2-3 ദിവസം മുമ്പ്. അപ്പോൾ ആ കഥയ്ക്ക് ഒരു അവസാന ഭാഗം വേണമെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീലാംബരി പറഞ്ഞു ഞാൻ എഴുതിക്കൊള്ളാൻ ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് നീലാംബരിയുടെ ആ കഥയുടെ അവസാന ഭാഗം അനുരാഗ നീർവർഷം അവസാന ഭാഗം. രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. പുതുപ്പെണ്ണിനെയും ചെക്കനെയും കുരിശിങ്കൽ കുടുംബത്തിലേക്ക് സ്വീകരിക്കാനായി ഇല്ലത്തുനിന്ന് വെളുപ്പിനെ തന്നെ പുറപ്പെടാൻ തയ്യാറെടുത്തു കുര്യനും എലിസബത്തും. മക്കളോട് യാത്ര പറയാതെ പോണ ശരിയല്ലല്ലോ കുര്യ, ഞാൻ പോയി വിളിച്ചേച്ചും വരാം. ധൃതി കൂട്ടിയിറങ്ങുന്ന കുര്യനെ നോക്കി പ്രഭു പറഞ്ഞു. ഏയ് വേണ്ടടൂ, അവരിറങ്ങിക്കോട്ടെ, യാത്ര പറയാൻ എന്നതായിപ്പോളേ. വൈകുന്നേരം അവിടേക്ക് തന്നെയല്ലേ രണ്ടാളും വരുന്നേ. ഭദ്രയും ഫ്രെഡിയും കുരിശെങ്കിലേക്ക് എത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ചില പരിപാടികളൊക്കെ ചെയ്തു തീർക്കാനുണ്ടേ. ചിലതൊക്കെ ഫ്രെഡി പറഞ്ഞേൽപ്പിച്ച് തന്നെയാ. അപ്പം ഞങ്ങളങ്ങ് ഇറങ്ങുവാണേ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. പ്രഭുവും കുടുംബം ഉടനെ തന്നെ കുരിശെങ്കിലേക്ക് എത്തിയേക്കണം. ഭദ്രമോളുടെ ജീവിതവും ചുറ്റുപാടൊക്കെ നിങ്ങൾക്കും കണ്ടായോ? കുര്യൻ സ്നേഹത്തോടെ തന്നെ പ്രഭുവിനെ കോട്ടയത്തേക്ക് സ്വാഗതം ചെയ്തു. ഓ പിന്നെന്താ, സന്തോഷമേ ഉള്ളൂ. പക്ഷെ എൻ്റെ അമ്മാവൻ ചില കാര്യത്തിൽ അല്പം കണിശക്കാരനാ, അറിയാലോ. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രതീക്ഷിക്കണ്ട. എങ്കിലും ഞാനും എൻ്റെ ഭാര്യ മക്കൾ ഉറപ്പായിട്ടും വന്നേക്കാം. ഭദ്രമോളുടെ കുടുംബത്തിൽ വരാണ്ട് പിന്നെ എങ്ങടേക്ക് പോവാനാ? എന്നാ വൈകിക്കണ്ട, നിങ്ങൾ പുറപ്പെട്ടുള്ളൂ. കുട്ടികൾ പുറകെ എത്തിക്കോളും. കുര്യനെയും എലിസബത്തിനെയും യാത്രയാക്കാൻ വെളിച്ചവും കൊണ്ട് പടിപ്പുര വരെ പോയി പ്രഭു. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അടുത്ത ബന്ധുക്കളും വരുണിയുടെ വീട്ടുകാരും ഇന്നലെ വിവാഹം കഴിഞ്ഞുടൻ തന്നെ മടങ്ങിപ്പോയിരുന്നു. വൈകുന്നേരം വരെ ഇല്ലെത്തങ്ങുമ്പോൾ മഴ ചതിക്കുമെന്ന് കുര്യനെ എലിസബത്തും കരുതിയില്ല. ഭദ്രയും കൂടി പുറപ്പെടാൻ തയ്യാറെടുക്കുമ്പോഴാണ് അത്രയും സമയം മൗനം പൂണ്ടിരുന്ന വാസുദേവൻ നമ്പൂതിരി എതിർപ്പുമായി മുന്നോട്ട് വന്നത്. ത്രിസന്ധ്യാസമയത്ത് ഇങ്ങനെ വീട് വിട്ടിറങ്ങുന്ന അത്ര നല്ലതിനല്ല. ക്രിസ്ത്യാനികൾക്ക് അതൊക്കെ ശീലായിരിക്കും. പക്ഷേ ഈ വയസ്സൻ നമ്പൂരിക്ക് അതൊന്നും വെറുതെ കണ്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ എല്ലാവരും അവരുടെ ഇഷ്ടം, ഞാൻ ആരാ അഭിപ്രായം പറയാനല്ലേ. പറഞ്ഞത് ഇഷ്ടമായില്ല, ചങ്ങട് നിരസിച്ചോളൂ. നീരസത്തോടെയാണെങ്കിലും ഒരു കരുതൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന കുര്യൻ ശ്രദ്ധിച്ചിരുന്നു. മുത്തച്ഛന്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് കുര്യനും കുടുംബം അന്നേ ദിവസം ഇല്ലത്തന്നെ തങ്ങിയതാണ്. ഭദ്രയുടെ ഭർത്തൃ വീട്ടുകാരെ സന്തോഷത്തോടെ യാത്രയാക്കി തിരികെ ഉമ്മറത്തേക്ക് കയറിയ പ്രഭുവിനെ കനലെരിയുന്ന കണ്ണുകളാൽ ആരതി ഒഴിഞ്ഞു കൗസല്യ. ഓ നസ്രാണി സമ്മത്തക്കാരെങ്കിലും ബോധിച്ചു തോന്നില്ലേ നിങ്ങൾക്ക്? ഒരു മോളെടുത്തി കെട്ടുപ്രായം തൈഞ്ഞ് നിൽപ്പുണ്ട്. അവൾക്ക് വേണ്ടി നല്ലൊരു മുസ്ലിം ചെക്കനെ കൊണ്ടുവന്നോളൂ. ഒരക്ഷരം ഞാനും എൻ്റെ അച്ഛനോ മിണ്ടില്ല. പിന്നെന്താ, കൊണ്ടുവരാലോ. പൂത്ത കാശുള്ള മുസ്ലിം സുന്ദരന്റെ ആലോചനയാണെങ്കിൽ നിനക്കൊരെണ്ണം കൊണ്ടുവരട്ടെ. അത്രക്ക് അതപ്പതിച്ചവരല്ല അവര്. ഓ ശരിയാ, മറന്നുപോയി ഞാൻ. ശിവക്ഷേത്രത്തിലെ വയസ്സാം നമ്പൂതിരിക്ക് വയസ്സാം കാലത്ത് ഒരു തുണ വേണമല്ലോ. ഭദ്രയുടെ കെട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ആ ജോലി നീ ഏറ്റെടുക്കുന്നു. ഞാനെതിർക്കില്ല. ഇവിടുത്തെ പോലെ തന്നെ വലിയൊരു ഇല്ല അയാൾക്ക് വേറെയുണ്ട്. അതുകൊണ്ട് അയാൾ കിടപ്പിലായാലും മരിച്ചുപോയാലും അങ്ങേരുടെ മകനും ഭാര്യയും മക്കളും നിന്നെ ഇറക്കി വിടില്ല. എന്തേ നോക്കുന്നോ? ഞാൻ പറഞ്ഞല്ല, നീ തന്നെ പറഞ്ഞ ഇതൊക്കെ. പറഞ്ഞ ശേഷം മറുപടി കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ പ്രഭു അകത്തേക്ക് കയറിപ്പോയി. അടുക്കളയിലേക്ക് കയറിയതും തലക്കടിയിട്ടിയ പോലെ കൗസല്യ തറഞ്ഞിരുന്നു പോയി. മടികാരൻ തലേന്ന് രാത്രി ബാക്കി വെച്ച ഒരു ചരുവം പാത്രങ്ങൾ തന്നെ നോക്കി കൊഞ്ഞനും കുത്തി കാട്ടുന്ന പോലെ അവർക്ക് തോന്നി. അതും ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണങ്ങിപ്പിടിച്ച രീതിയിലുള്ളവ. ഇതുപോലൊരു കാഴ്ച കണ്ട് തനിക്ക് പരിചയമില്ലെന്ന് ഓർത്തുപോയി അവർ. മുഖം വികൃതമാക്കി അവർ അടുക്കളപ്പണികളിലേക്ക് മടുപ്പോടെ കടന്നു. നേരം വെളുത്തു എന്ന് സൂചിപ്പിച്ച് തന്റെ ചെറിയ ഫോണിൽ 7 മണി അലാറമാണ്. 6 മണിക്കുണർന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ കൂടി അവന്റെ ബലിഷ്ഠമായ കരങ്ങൾ തന്നെ തടഞ്ഞിരുന്നു. ആ കാര്യത്തിൽ അമർന്നു തുടങ്ങുമ്പോൾ ഫോണിൽ 7 മണിക്ക് അലാറം വയ്ക്കാൻ താൻ നന്നേ പാടുവിട്ടു. കട്ടിലിനോട് ചേർന്നുള്ള തുറന്നിട്ട ജനൽ വഴി ഭദ്ര പുറത്തേക്ക് നോക്കി. കാറും കോളും നിറഞ്ഞ മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് ഇന്ന്. കുളിരിനൊപ്പം അകത്തേക്ക് പടർന്നു കയറുന്ന ചെമ്പകപ്പൂവിന്റെ വാസനയിൽ എന്തോ ഓർത്തെന്ന പോലെ അവളൊന്ന് മുഖം ചിരിച്ചു നോക്കി. ഇല്ല, ചുളിഞ്ഞുകൂടിയ ബെഡ്ഷീറ്റ് മാത്രം അവശേഷിച്ചുകൊണ്ട് അടുത്ത് കിടക്കുന്നവനെ കാണുന്നില്ല. രാത്രിയിൽ തന്നെ ചുട്ടുപൊള്ളിച്ചത് അത്രയും തന്നിലെ സുഗന്ധം വലിച്ചെടുക്കുന്നവന്റെ നിശ്വാസത്തിന്റെ ശബ്ദം തന്നെയായിരുന്നു. ഒപ്പം അവന്റെ സ്വരവും. എന്തൊരു മണാഭദ്ര നിനക്ക്, നിന്നിലെ ചെമ്പകപ്പൂവിന്റെ വാസന എന്നെ വല്ലാണ്ടും മത്ത് പിടിപ്പിക്കുന്നു ഭദ്ര. ശ്വാസം മെഴുകി ചേർത്തുകൊണ്ട് എണ്ണമറ്റാത്തത്രയും തവണ തന്റെ കാതുകളിൽ കൊക്കുരുമി അവൻ പറഞ്ഞിരിക്കുന്നത് ആ ഓർമ്മയിലൊന്ന് കുളിർന്നുപോയി ഭദ്ര. വേഗത്തിൽ കുളിച്ചിറങ്ങി ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മുണ്ടും നേരിയ ദുടുതി ചുറ്റി അവൾ. ഇന്നലെ എഴുതിയ കൺമഷിയുടെ നേരിയ ഇരുളും അവളെ കൂടുതൽ സുന്ദരിയാക്കിയിരുന്നു. പൊട്ടുകുത്തിയോ കണ്ണെഴുതിയോ സമയം കളയാതെ അല്പം സിന്ദൂരം മോതിരവരിൽ തൊട്ടെടുത്ത് സീമന്തരേഖ ചുവപ്പിച്ചു ഭദ്ര. ആ പ്രവൃത്തി ചെയ്യാൻ വല്ലാത്ത ആർത്തിയായിരുന്നു അവൾക്ക്. തുള്ളിച്ചാടുന്ന മനസ്സിനെ അടക്കി പിടിക്കുമ്പോൾ ചുടികളിൽ വിരിഞ്ഞ പുഞ്ചിരിയെ തടയാൻ കഴിയാതെ കണ്ണാടിയിൽ കണ്ട ചിരിക്കുന്ന തന്റെ പ്രതിബിംബത്തെ നോക്കി നാണത്തോടെ മുഖം താഴ്ത്തി ഭദ്ര. ശരിക്കും അവൾ സന്തോഷത്തിന്റെ കൊടുമുടിയിലെത്തിയിരുന്നു. അടുക്കളയിൽ കയറാൻ നേരം കടലക്കറിയുടെ മണം അനുഭവപ്പെട്ടതും രാവിലെ എഴുന്നേൽക്കാത്തതിന് അമ്മായി ഏത് രീതിയിലാവും പ്രതികരിക്കുകയെന്നോർത്ത് ഭയപ്പെട്ടു അവൾ. കൗസല്യ അടുക്കളയിൽ കാണാത്തതിന്റെ ആശ്വാസത്തിലാണ് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിരുന്ന ചൂട് കാപ്പിയിലേക്ക് അവൾ ഉറ്റുനോക്കി നിന്നത്. ഭദ്ര, ഇത് ഏതിനകത്താ? ഫ്രെഡി മുകളിലാ, നിന്നെ അന്വേഷിക്കുന്നുണ്ടവൻ.
ഒന്ന് ഞെട്ടിത്തിരിഞ്ഞെങ്കിലും പുറകിൽ വരുണിയെ കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. കാപ്പിയുമായി മുകളിലേക്ക് പോകണമെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷെ എന്തോ ഇപ്പോഴും പരിചിതമല്ലാത്ത അവന്റെ മുഖത്ത് നോക്കാൻ വല്ലാത്തൊരു നാണം തോന്നിയവൾക്ക്. ഫ്രെഡിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ നടന്ന ഒരു പ്രണയവിവാഹമാണ്. പക്ഷേ ഭദ്രക്ക് അത് അങ്ങനെയായിരുന്നില്ല. തികച്ചും അപരിചിതരായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒന്നുചേരലായിരുന്നു. ഇടം കൈയാൽ നേരിയതിന്റെ തുമ്പ് പിടിച്ചെടുത്ത് ചൂട് കാപ്പി അതിൽ വെച്ച് ഭദ്ര ഗോവണി കയറി. മുകളിലെത്തിയത് മാതിരി ഒരു കള്ളച്ചിരിയോടെ ഒരു മുറിയുടെ വാതിലിന് നേരെ വിരൽ ചൂണ്ടിക്കാട്ടിയ ശേഷം ഗോവണി ഇറങ്ങിപ്പോയി. മുൻപ് വന്നപ്പോൾ ഫ്രെഡി തങ്ങിയ മുറിയാകുമെന്ന് ഭദ്രക്ക് മനസ്സിലായി. അല്പം തുറന്നു കിടന്ന വാതിൽ പതിയെ തുറന്ന് അവൾ ആ മുറിയിലേക്ക് കടന്നതും ഫ്രെഡിയുടെ ശരീരത്തിന്റെ സുഗന്ധം ആ മുറിയിൽ തങ്ങി നിൽക്കുന്നതായി തോന്നി അവൾക്ക്. നിശബ്ദമായ ആ മുറിയിൽ ആകെ കേൾക്കുന്ന തന്റെ നെഞ്ചിന്റെ മിടിപ്പാണ്. ഒരു പിടപ്പോട് അവനായി അവൾ പരതുമ്പോൾ എപ്പോഴോ മുറിഞ്ഞു പോയ മഴ വലിയൊരു ഇരമ്പലോടെ തിരികെ വരുന്നുണ്ടായിരുന്നു. ബാത്റൂം ഡോർ തുറന്ന് വേഗത്തിൽ ഇറങ്ങിയ ഫ്രെഡി ഭദ്രയെ കണ്ടതും തല തോർത്തിക്കൊണ്ടിരുന്ന ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ടു. നേരത്തെ പുഞ്ചിരിയോടെ പതിയെ അവൾക്കടുത്തേക്ക് ചൂട് വെച്ചു. ഒരു ടവൽ മാത്രം എടുത്ത് തന്റെ അടുത്തേക്ക് നടന്നു വരുന്നവനെ കാണേ പഴയ ഓർമ്മയിൽ ഒന്ന് രണ്ട് ചൂട് പുറകിലേക്ക് വെച്ചുപോയി അവൾ. അവന്റെ വശ്യമാർന്ന നോട്ടം തന്റെ ശ്വാസഗതിയെപ്പോലും നിയന്ത്രിക്കാൻ കഴിയാതെ വരുതിയിലാക്കിയെന്ന് അവൾക്ക് തോന്നിപ്പോയി. ഭദ്രക്കടുത്തേക്ക് വന്നവൻ ഒട്ടും സമയം പാഴാക്കാതെ അരക്കെട്ടിലൂടെ അവളെ ചുറ്റിപ്പിടിച്ച് അവനോട് അടുപ്പിച്ചു. കാപ്പിയുടെ ചൂട് ഗ്ലാസിന് പുറത്തുകൂടി കയ്യിലേക്ക് അരിച്ചിറങ്ങിയിട്ടായിരുന്നില്ല അവൾ എരിവലിച്ചു പോയത്. മറിച്ച് അവന്റെ അധരങ്ങൾ അവളുടെ കഴുത്തിലൂടെ ആഴത്തിൽ ഇഴയുമ്പോൾ കട്ടിയുള്ള താടിരോമങ്ങൾ തീർക്കുന്ന അവസ്ഥയെ ആസ്വദിക്കുന്നതിലൂടെ ലഭിക്കുന്ന അനുഭവത്തിൽ നിന്നുമായിരുന്നു. ഭദ്ര, നമുക്ക് പോണ്ടായ പെണ്ണേ, എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തു വെച്ചോ. അപ്പച്ചനും അമ്മച്ചയും വെളുപ്പിനെ പോയി. അന്നേരം നമ്മൾ ഉറക്കത്തിലായിരുന്നില്ലേ ഭദ്ര? 4 മണി മനോഹരാകുന്ന തിരക്കിലായിരുന്നില്ലേ? മുഖത്തേക്ക് ഇരച്ചു കയറിയ അരുണിമ അവനിൽ നിന്നും മറച്ചു പിടിക്കാൻ മുഖം വെട്ടിച്ചു മാറ്റിക്കൊണ്ട് അവന് നേരെ കാപ്പി നീട്ടിയവൾ. അത് വാങ്ങി മേശമേൽ വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവളെ പുണരാനാഞ്ഞതും അവനെയും തള്ളി മാറ്റി ഭദ്ര പുറത്തേക്ക് ഓടിയിരുന്നു. ഒരു ചിരിയോടെ തലകുടഞ്ഞു ഫ്രെഡി. ഡി, എന്റെ മോമായി തന്ന ഉരുപ്പടിക്ക് എവിടെയടി? പുതിയൊരു ലോകം സ്വപ്നം കണ്ടുകൊണ്ട് കീറൽ തുന്നിച്ചേർത്ത പഴയ ബാഗിലേക്ക് തന്റെ വസ്ത്രങ്ങൾ മടക്കി വെക്കുമ്പോഴാണ് പുറകിൽ കൗസല്യയുടെ അലർച്ച ഭദ്ര കേട്ടത്. ഒന്ന് ഏങ്ങിപ്പോയവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഓ, എല്ലാം കൂടി അവള് കാതിലും കഴുത്തിലൊക്കെ വാരി ഇട്ടേക്കുവാണല്ലോ. അങ്ങോട്ട് അഴിച്ചെടുക്കടി. എന്റെ ദത്തന്റെ സമ്പാദ്യ ഈ സ്വർണ്ണൊക്കെ. അതായത് എന്റെ പാർവതി മോൾക്ക് അവകാശപ്പെട്ട്. നിന്നെ പോലെ ഒരു ദരിദ്രവാസിക്ക് പൊങ്ങച്ചം കാണിക്കാനുള്ളതല്ല അതൊക്കെ. ഫ്രെഡി അണിയിച്ച താലിമാല കൂടാതെ ദത്തൻ വാങ്ങിക്കൊടുത്ത ഒരു പാലക്കാമാലയും 4 വളകളും ജിമിക്കി കമലും ഒരു ജോഡി സ്വർണ്ണ പാദസരവും മാത്രമാണ് അവളാകെ അണിഞ്ഞിരുന്നത്. തന്റെ ശരീരത്തിലൂടെ വെറുപ്പോടെ പായുന്ന കൗസല്യയുടെയും പാർവതിയുടെയും കണ്ണുകൾ അവളെ ഭയപ്പെടുത്തി. ഞാൻ അഴിച്ചുതരാം അമ്മായി. ഇടറിയ സ്വരത്തിൽ പറയുമ്പോഴും സമാധാനത്തിൽ അഴിച്ചെടുക്കാനുള്ള സാവകാശം പോലും കൊടുക്കാതെ രണ്ടുപേരും അവൾക്ക് ചുറ്റും ആക്രമിക്കാനെന്ന പോലെ നിൽക്കുകയായിരുന്നു. ഭദ്ര വെപ്രാളത്തോടെ ഓരോന്ന് അഴിച്ചെടുക്കാൻ തുടങ്ങി. തന്റെ ഈ അവസ്ഥ കഴുത്തിൽ മിന്നിയിട്ടവൻ കാണരുതെന്ന് പ്രാർത്ഥിച്ചു ഭദ്ര. ശരീരത്തിൽ ആകെയുള്ള സ്വർണം തന്റെ വീട്ടുകാർ തന്നെ അപഹരിച്ചെടുക്കുമ്പോൾ ഫ്രെഡിയുടെ മുമ്പിൽ താൻ വെറും ഉപയോഗശൂന്യമായവളായി പോകുമോ എന്ന് പോലും ഭയപ്പെട്ടു ഭദ്ര. മറ്റൊരു കുടുംബത്തിലേക്ക് അയറി ചെല്ലുന്ന പെൺകുട്ടിയുടെ മൂല്യനിർണ്ണയത്തിന്റെ ഉപാധി സ്വർണമാണെന്ന് ചിന്തിച്ചുപോയി ആ പാവം. ഒട്ടും ക്ഷമയില്ലാതെ ആഭരണങ്ങൾ പൊട്ടിച്ചെടുത്ത് അവളുടെ കയ്യിലും കഴുത്തിലുമായി പോറൽ തീർത്തു ആ സ്ത്രീ. അബദ്ധത്തിൽ പോലും തന്റെ താലിമാലയിലേക്ക് ആരുടെയും ദൃഷ്ടി പതിയാതിരിക്കാൻ ഇരുകയ്യാൽ അവൾ അതിന് മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് കൂനിക്കൂടി. ഏയ്! ഒരലർച്ചയോടൊപ്പം ലോകം കുലുങ്ങുമാർ ഇടിമിന്നൽ കൂടി ഭൂമിയിലേക്ക് പതിച്ചതും കൗസല്യയും പാർവതിയും വെട്ടിവറച്ചു പോയി. ഇരുകൈയും നെഞ്ചിൽ ചേർത്ത് താലിമാല പൊതിഞ്ഞു പിടിച്ചവൾ ഒരു വിറയലോടെ വാതിൽക്കിലേക്ക് ഉറ്റുനോക്കുമ്പോൾ കാണുന്നത് കാലഭൈരവനെ പോലെ വാതിൽക്കൽ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഫ്രെഡിയാണ്. അവന്റെ ആ ഒറ്റ അലർച്ചയിൽ മറ്റുള്ളവർ അവിടേക്ക് ഓടിക്കൂടിയിരുന്നു. ഹൗ ഡെയർ യു! എന്റെ പെണ്ണിന്റെ മേൽ കൈവെക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? അതും എന്റെ മുമ്പിൽ വെച്ച്. ഞാനിവിടെ ജീവനോടുള്ള മറന്നുപോയ നിങ്ങള് ചോദിച്ചുകൊണ്ട് കൗസല്യക്ക് നേരെ വിരൽ ചൂണ്ടി പാഞ്ഞു വന്ന ഫ്രെഡിയെ പുറകിലൂടെ വന്ന് ദത്തൻ ചുറ്റിപ്പിടിച്ചു. ഡാ ഫ്രെഡി, വേണ്ട, വീട് ദത്ത, ഇനിയും നോക്കി എനിക്ക് കഴിയില്ല. മുന്നേയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ക്ഷമിക്കും, പക്ഷേ പറഞ്ഞുകൊണ്ട് ദത്തന്റെ കൈ കുടഞ്ഞു മാറ്റിയവൻ വേഗത്തിൽ ചെന്ന് ഭദ്രയെ വലിച്ച് അവനെ നെഞ്ചിലേക്ക് ഒതുക്കി. കണ്ണുകൾ മുറുക്കെ അടച്ചു പിടിച്ച് ഇരുകയ്യാലെ ചെവി പൊത്തിക്കൊണ്ട് അവനെ നെഞ്ചിലൊളിച്ചു ഭദ്ര. ഇന്നലെ മുതൽ ഇവൾ എന്റെയാ, എന്റെ മാത്രം. ഈ ഫ്രെഡി കുര്യന്റെ പെണ്ണ്. അങ്ങനെയുള്ള ഇവരുടെ മേൽ ഈ വീട്ടിൽ ആരുടെങ്കിലും ശ്വാസം പോലും പതിഞ്ഞ. പാർവതി ഭയത്തോടെ കൗസല്യക്ക് പിന്നിൽ ഒളിച്ചു. പറിച്ചെടുത്ത ആഭരണങ്ങളും കയ്യിൽ പിടിച്ച് അവർ നിന്ന് വിറച്ചു. മുന്നിൽ നിൽക്കുന്നവന്റെ തീക്ഷ്ണം നിറഞ്ഞ നോട്ടത്തിന് മുമ്പിൽ താനിപ്പോൾ ഉരുകി വിളിച്ചു പോകുമെന്ന് തോന്നിപ്പോയ നിമിഷം അവർ വിറച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ മോനെ, ഞാൻ ഈ ഉരുപ്പടികളൊക്കെ ലോക്കറിൽ സൂക്ഷിച്ചു വെക്കാൻ ഭദ്രമോട്ടെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. മോളെ ഭദ്ര, ദാ എല്ലാം നീ തന്നെ സൂക്ഷിച്ചു വെച്ചോളൂ. ഇരുകയ്യാൽ ആഭരണങ്ങൾ ഭദ്രയ്ക്ക് നേരെ അവർ വെച്ച് നീട്ടുമ്പോൾ ആ കൈയൽപ്പം ശക്തിയിൽ തന്നെ തട്ടിയെറിഞ്ഞു ഫ്രെഡി. നോ, പറഞ്ഞു ഞാൻ. നോട്ട് ഈവൻ യുവർ ബ്രത്ത് ഷുഡ് ടച്ച് മൈ ഗേൾ. എന്റെ പെണ്ണെന്തെങ്കിലും ചൂണ്ടിക്കാട്ടിയത് എന്നോട് ആവശ്യപ്പെട്ടാ 'വിത്തിൻ സെക്കൻഡ്സ് അത് ഈ ഫ്രെഡി കുര്യൻ നേടിക്കൊടുത്തിരിക്കും. അവൾ നോക്കി കൊതിക്കുന്ന പോലും
അവളുടെ കൈവിളയിൽ വെച്ചു കൊടുക്കുക ഫ്രെഡി. നിങ്ങളുടെ ആരുടെയും ഔദാര്യൊന്നും ഇനി ഭദ്രക്ക് ആവശ്യമില്ല. ദത്തിന്റെയും പ്രഭുവിന്റെയും മുഖം കുനിഞ്ഞു. സ്ത്രീ ശബ്ദമുയർന്നു കേട്ടിരുന്ന ഇല്ലത്ത് നട്ടയിലുള്ളൊരു പുരുഷന്റെ ശബ്ദമുയർന്നു. മുത്തശ്ശൻ പതിയെ മുറിയിലേക്ക് ഉൾവലിഞ്ഞു. ഭദ്രയ്ക്ക് ഇല്ലത്തുള്ളവർ വാങ്ങിക്കൊടുത്ത ഒരു വസ്തു പോലും അവൾ എടുക്കാൻ അനുവദിച്ചില്ല ഫ്രെഡി. അവന്റെ ആ തീരുമാനത്തിൽ വിഷമം തോന്നാൻ മാത്രം ആത്മബന്ധമുള്ള ഒരു വസ്തുവും അവളുടെ കുഞ്ഞുമുറിയിൽ അവൾ സൂക്ഷിച്ചിരുന്നില്ല. ഒന്നൊഴികെ തന്റെ അമ്മയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അച്ഛന്റെ പഴയൊരു ഫോട്ടോ. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അച്ഛന്റെ മുഖത്തേക്ക് ഏതാനും നിമിഷം ഉറ്റുനോക്കി നിന്ന ശേഷം സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഫയലിലേക്ക് അത് സൂക്ഷിച്ചു വെച്ചു അവൾ. ഇല്ലത്തുള്ളവരോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആരോടും പരിഭവം സൂക്ഷിച്ചിരുന്നില്ല ഭദ്ര. അമ്മായി, പഴയതെല്ലാം മറക്കണം. എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. നിങ്ങളെല്ലാവരും എൻ്റെ സ്വന്തം തന്നെയാണ്. എൻ്റെ അമ്മയുടെ സ്ഥാനത്തെ ഞാൻ അമ്മായിയെ കണ്ടിട്ടുള്ളൂ. ദത്തനെയും പാർവിനെയും എൻ്റെ സഹോദരങ്ങളുടെ സ്ഥാനത്തും. അപേക്ഷാസ്വരത്തിൽ ഭദ്ര പറയുമ്പോൾ കൂടി കൗസല്യയുടെ മുഖത്ത് ദുഷിപ്പല്ലാതെ മറ്റൊന്നും പ്രകടമായില്ല. എങ്കിലും ഫ്രെഡി കാണാൻ വേണ്ടി മാത്രം കണ്ണുകൾ നിറച്ചു അവർ. നീ എന്താ ഈ പറഞ്ഞത്? പഴയതെല്ലാം മറന്നു കളയാനോ? പിന്നെ എന്താ പറഞ്ഞ്? നിനക്ക് ആരോടും ദേഷ്യമില്ലാന്നോ? ഇതൊക്കെ പറയാൻ മാത്രം നിനക്ക് ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളേ? നിനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഞങ്ങള് ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ലേ ഇവിടെ? പോകുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ കണ്ണിൽ എന്നെ നിനക്കൊരു ദുഷ്ടയാക്കണം, അത്ര തന്നെ. അതല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു വർത്താനം നിന്റെ നാവിന്ന് വീണ്. അവരുടെ നാട്യത്തിനു മുമ്പിൽ ഭദ്ര മൗനത്തെ കൂട്ടുപിടിക്കുമ്പോൾ പ്രഭു ഭദ്രക്കടുത്തേക്ക് നടന്നു വന്നു. മോളെ, വിവാഹം തീരുമാനിക്കുമ്പോഴും നടത്തുമ്പോഴൊക്കെ മോളുടെ അഭിപ്രായം മാമ ചോദിച്ചിരുന്നില്ല. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഫ്രെഡിയേക്കാൾ നല്ലൊരു ബന്ധം മോൾക്ക് വരെ കിട്ടാനില്ലാന്ന്. മോള് പറഞ്ഞത് ശരിയാ. പഴയതൊക്കെ ഇനി മനസ്സിൽ വെക്കണ്ട. ഫ്രെഡിക്കൊപ്പം നല്ലൊരു ജീവിതം മോള് ജീവിച്ചു തുടങ്ങണം. നിന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ കൂടി ഈ ബന്ധത്തിന് അദ്ദേഹം എതിർപ്പൊന്നും പറയില്ലായിരുന്നു എന്ന് എനിക്കറിയാം. പ്രഭുമാമ വരും മോളെ കാണാൻ. സന്തോഷമായിട്ട് പോയിക്കോളൂ. നീ വിട്ടോ, കുറച്ചു ദിവസം കഴിഞ്ഞ് ഞങ്ങളങ്ങ് എത്തിയേക്കാം. ഫ്രെഡിയുടെ തോളിൽ കൈ ചേർത്ത് ദത്തനും ഒപ്പം വരണിയും പ്രഭുവും പടിപ്പുര നടന്നു. വീട് വരെ ഡ്രോപ്പ് ചെയ്യാമെന്ന് ഫ്രെഡി പറഞ്ഞുകൊണ്ട് ആതിരയെ അവർക്കൊപ്പം യാത്രയ്ക്ക് തയ്യാറായി. മുത്തച്ഛന്റെ അനുഗ്രഹവും വാങ്ങി ഭദ്രയും പുറകെ നടന്നു. ഇല്ലം വിട്ട് പടിയിറങ്ങുമ്പോൾ ഭദ്രയുടെ മിഴികൾ എന്തിനെന്നില്ല നിറഞ്ഞിരുന്നു. പടിപ്പുരക്ക് പുറത്തു വന്നിരുന്ന ടാക്സിക്കാർ കാണി പാർവതിയുടെ മുഖത്ത് തികഞ്ഞ പുച്ഛമായിരുന്നു. ഇയാളിത് എവിടുത്തെ ഡോക്ടർ അമ്മേ? സ്വന്തമായിട്ട് ഒരു കാർ പോലും ഇല്ല. നാട്ടിലും വല്ല തുക്കട ക്ലിനിക്ക് വല്ലതും ആയിരിക്കുള്ളൂ. ഉണ്ടായിരുന്ന നല്ല ജോലി ദത്തേനെ കൊണ്ട് കളയിച്ച് ഈ ഭദ്രയ്ക്ക് വേണ്ടിയാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിലെന്തോ ചതിയുണ്ടെന്ന്. പാർവതി തന്റെ തോന്നൽ കൗസല്യയുടെ കാതിൽ ഓതിക്കൊടുത്തു. എന്തായാലും കുറച്ചു ദിവസം കഴിഞ്ഞ് നമ്മളെല്ലാവരും അങ്ങോട്ട് പോകുമല്ലോ, അപ്പൊ നോക്കാം. ദത്തിന് ജോലി വേറെയും കിട്ടും. ഭദ്രക്കല്ലിയിൽ അത്രയ്ക്കുള്ള യോഗയെ പറഞ്ഞിട്ടുള്ളൂ. പണ്ട് ഇവളുടെ തള്ള പോയത് ഏതൊരു ദരിദ്രവാസിയുടെ കൂടെയായിരുന്നു. അതേ യോഗം തന്നെയാ മോൾക്കും. മകൾക്കൊപ്പം നിന്ന് അങ്ങനെ സമാധാനിച്ച കൗസല്യ. യാത്രാമധ്യേ ഫ്രെഡി തികച്ച നിശബ്ദനായിരുന്നു. കണ്ണുകളടച്ച് സീറ്റിൽ ചാരിയിരിക്കുന്നവനെ ഒരു പകപ്പോടെ നോക്കിപ്പോയി ഭദ്ര. ദൂരം താണ്ടി കാറ് വേഗത്തിൽ ചലിക്കുന്നതിനനുസരിച്ച് ഭദ്രയുടെ ടെൻഷനും വർദ്ധിച്ചു. പകുതി ദൂരം എത്തിയതും യാത്ര പറഞ്ഞ ആതിരയും പോയി. മാറിയൊടുക്കാൻ ഒരു വസ്ത്രം പോലുമില്ല തന്റെ കയ്യിൽ. ഒരു ഫയലിൽ തന്റെ സർട്ടിഫിക്കറ്റുകളും ഒപ്പം അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോയും മാത്രമാണ് ആകെ ഉള്ളത്. ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയും പുറത്തെ കാഴ്ചകൾ കണ്ടും മഴയിൽ അലിഞ്ഞും അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഭദ്ര, ഫ്രെഡിയുടെ നേരത്തെ സ്വരമാണ് അവൾ ഉണർത്തിയത്. കണ്ണു തുറന്ന് കാണുന്നത് വിരിഞ്ഞ നെഞ്ചിലെ രോമക്കാടുകൾക്കിടയിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന മിന്നുന്ന പൊന്നിൻ കുരിശാണ്. സീറ്റിൽ ചാരിയിരുന്ന് ഉറങ്ങിയവളെ പതിയെ തന്റെ നെഞ്ചോരം അണച്ചു പിടിച്ച് ഫ്രെഡിയായിരുന്നു. കണ്ണുകൾ തുറന്നൊരു കൊച്ചു കുഞ്ഞിന്റെ പകപ്പോടെ ചുറ്റിലും പരുതുന്നവൾക്ക് ദൂരേക്ക് വിരൽ ചൂണ്ടി അവനൊരു കാഴ്ച കാണിച്ചു കൊടുത്തു. വലിയൊരു ഗേറ്റും ചുറ്റുമതിലുമൊക്കെ താണ്ടി അങ്ങ് ദൂരെയായി കാണുന്ന വലിയൊരു മാളിക. ഗേറ്റിന് പുറത്തായി കുരിശിങ്കൽ എന്ന ബോർഡിൽ ഭദ്രയുടെ കണ്ണുകൾ ഉടക്കി നിന്നു. എന്റെ വീടാ ഇനി മുതൽ ഭദ്രയുടെ. വന്നേ, എല്ലാവരും കാത്തിരിപ്പുണ്ടാവും. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇരുവരും. പാന്റിന്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് കയ്യിലെടുത്ത് ടാക്സി കാശ് കൊടുത്ത് അയാളെ പറഞ്ഞയച്ച ഫ്രെഡി ഗേറ്റിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും വാച്ച്മാൻ അത് മലർക്കെ തുറന്നിരുന്നു. അയാൾക്കൊരു നേരത്തെ പുഞ്ചിരി സമ്മാനിച്ച് ഭദ്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശാലമായ ഗാർഡനിലൂടെ അവൻ മുന്നോട്ട് നടന്നു. ആദ്യമായി പുറലോകം കണ്ട ഒരുവളുടെ അമ്പരപ്പായിരുന്നു ഭദ്രയിൽ. അപ്പോൾ ഒരു തരത്തിലുള്ള ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അകമ്പടി ഇല്ലാതെയാണ് കുര്യനും എലിസബത്തും ഭദ്രയെ അകത്തേക്ക് ക്ഷണിച്ചത്. സ്വീകരണം നൽകി അതിഥിയാക്കാൻ അവരും ആഗ്രഹിച്ചിരുന്നില്ല. വലിയൊരു കൊട്ടാരത്തിൽ എത്തിപ്പെട്ടതുപോലെ കണ്ണുകൾ മിഴിച്ച് ചുറ്റും നോക്കുന്നവരുടെ കവിൾ ഫ്രെഡി ആരും കാണാതെ പല്ലുകൾ ആഴ്ത്തി പതിയെ കടിച്ച് കവിൾ പൊത്തി കണ്ണ് കുറിപ്പിച്ച് നോക്കുന്ന ഭദ്രയുടെ കാതോരം മുഖമടുപ്പിച്ചവൻ. എന്റെ കൊട്ടാരം നിനക്ക് ഇഷ്ടമായോ ഭദ്ര? നമ്മുടെ മണിയറ മുകളിലാ, കാണണ്ടേ നിനക്ക്? എന്നെ നാടാ കൊച്ചിനെ പറഞ്ഞ് പേടിപ്പിക്കുന്നേ. മോളി ചായ കുടിക്കുക, എന്നിട്ട് മുറി പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വാ. അത്താഴം കഴിച്ചിട്ടാകും ബാക്കി വർത്താനം. കൊച്ചിന് മുറി കാണിച്ചു കൊടുക്കടാ. ഭദ്രയുടെ കയ്യിൽ സ്നേഹത്തോടെ ചായക്കപ്പ് കൊടുത്ത ശേഷം ഫ്രെഡിയെ നോക്കി കണ്ണുരുട്ടി എലിസബത്ത്. ഭദ്രയുടെ കൈയും പിടിച്ച് മുകളിലേക്ക് പോകുന്ന ഫ്രെഡിയെ നോക്കി പരസ്പരം പുഞ്ചിരിച്ചു കുര്യനും എലിസബത്തും. തന്റെ മുറിയുടെ വാതിൽ തുറന്നു പിടിച്ചുകൊണ്ട് ഭദ്രക്കായി ഒതുങ്ങി നിന്നെടുത്തു ഫ്രെഡി. ഭദ്ര, ഇന്നേ ദിവസം ഇതുവരെയായിട്ട് ഒരക്ഷരം പോലും നീ എന്നോട് മിണ്ടിയിട്ടില്ല. നോട്ടഡ്. പോയി ഫ്രഷായി വാ. വല്ലാത്ത വിശപ്പ്. താഴേക്ക് ചെന്നേച്ച് വേണം വല്ലതും കഴിക്കാൻ.
കയ്യിൽ കെട്ടിയിരുന്ന വാച്ചൂരി ടേബിൾ വെച്ച് ഷർട്ടിന്റെ ഓരോ ബട്ടണുകൾ അഴിച്ചുകൊണ്ട് ഫ്രെഡി പറഞ്ഞു. അപ്പോഴും നേരിയ തുമ്പ് കയ്യിൽ ചുറ്റിക്കൊണ്ട് മടിച്ചു നിൽക്കുന്നവളെ കണ്ണ് ചുരുക്കി നോക്കി ഫ്രെഡി. എന്നോട് നിങ്ങൾ പറയാനുണ്ടോ ഭദ്ര? നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ എന്നോട് സംസാരിക്കാൻ? ആകെ വായിന്ന് വീണ് ഇന്നലെ രാത്രിയിലെ ഫ്രെഡി ചായ എന്നുള്ള വിളി മാത്രം. അതുപോലെ ഇനിയും വിളിപ്പിക്കണോ ഞാൻ? അയ്യോ വേണ്ട, എനിക്ക് മാറിയിടാൻ ഡ്രസ്സൊന്നുമില്ല, അതാ ഞാൻ ഓർത്തേ. പിടച്ചുകൊണ്ട് പറയുന്ന ഭദ്രയുടെ അടുത്തേക്ക് അവനൊരു ചിരിയോടെ നടന്നു ചെന്നു. അവളുടെ പുറകിലായി വന്നു ചേർന്ന് നിന്നുകൊണ്ട് ഇരുതോളിലുമായി കൈകൾ ചേർത്തു. ഭദ്ര, നീയുമായുള്ള വിവാഹം ഉറപ്പിച്ച അന്ന് മുതൽ നിനക്കായി ഞാൻ വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾക്ക് കണക്കില്ല പെണ്ണേ. നീ ആ വാർഡ്രോബ് കണ്ടോ? അതിനുള്ളിലുള്ളതല്ല എൻ്റെ പെണ്ണിനുള്ളതാ. അതിലില്ലാത്ത എന്തെങ്കിലും വേണമെങ്കിൽ നീ എന്നോട് കൽപ്പിക്കു ഭദ്ര, മുന്നിൽ കൊണ്ട് എത്തിക്കും ഞാൻ. തുറന്നു പിടിച്ച വാർഡ്രോബിന് മുന്നിൽ പകച്ചിന്ന് പോയി ഭദ്ര. നിറങ്ങളാൽ വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് നിരനിരയായി ഹാങ് ചെയ്തിരിക്കുന്ന വസ്ത്രങ്ങൾ ഒരു വശത്തെങ്കിൽ മറുവശത്ത് അടുക്കി വെച്ചിരിക്കുന്ന ആഭരണ പെട്ടികളാണ്. ഹാങ് ചെയ്തിരിക്കുന്ന സാരികളിലേക്ക് ഭദ്രയുടെ കൈകൾ നീണ്ടു. പുറകിലൂടെ അവളെ പുണർന്നുകൊണ്ട് ആ കൈ തടഞ്ഞു ഫ്രെഡി. ഇതൊക്കെ പാർട്ടി വെയർ സാരീസാണ് ഭദ്ര. തൽക്കാലം ഈ കുഞ്ഞുടൽ മറക്കാൻ വേറെ സിമ്പിൾ ഡ്രസ്സ് ഫ്രെഡി ചായ വാങ്ങിച്ചിട്ടുണ്ട്. അവന്റെ ആദരങ്ങൾ കാതിലമർത്തി വെച്ചുകൊണ്ടുള്ള ആ പറച്ചിലിൽ ഭദ്രയുടെ ഉടലാകെ ഒന്ന് വിറച്ചുപോയി. കുളി കഴിഞ്ഞിറങ്ങിയവൾ ധരിച്ചിരുന്ന റെഡ് കളർ ടോപ്പിലേക്കും വൈറ്റ് കളർ പലാസോ പാൻറിലേക്കും അവന്റെ കണ്ണുകൾ ഉടക്കി നിന്നു. ഭദ്ര എന്ന യുവതിയിൽ നിന്ന് അവൾ ഒരു പെൺകുട്ടിയിലേക്ക് ചുരുങ്ങിപ്പോയി എന്നവന് തോന്നി. ഒരുമിച്ചിരുന്ന് അത്തായം കഴിക്കുമ്പോഴും അതിനുശേഷവും ഒക്കെ ഭദ്രയോട് വിശേഷം പറഞ്ഞ് മതിയായിരുന്നില്ല എലിസബത്തിന്. അവൾക്ക് വേണ്ടി റൂമിൽ കാത്തിരുന്ന് മുഷിഞ്ഞവന് ക്ഷമയില്ലാതെ ഒരിക്കൽ കൂടി താഴേക്ക് ഇറങ്ങി വരേണ്ടി വന്നു. വശ്യമാർന്ന നോട്ടം കൊണ്ട് തളർത്തുന്നവന്റെ ഭാഗത്തേക്ക് നോക്കാൻ പോലും അവൾ മുതിർന്നില്ല. നോക്കുമ്പോൾ അത്രയും കണ്ണുകൾ കൊണ്ട് മുകളിലേക്ക് വരാൻ കെഞ്ചുന്നുണ്ടായിരുന്നു ഫ്രെഡി. ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന എലിസബത്തിന്റെ ശ്രദ്ധ ഭദ്രയിൽ നിന്നും പാളിയതും ഇരുവർക്കടുത്തായി വന്നിരുന്നുകൊണ്ട് ജഗ്ഗിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വെള്ളം പകർത്തിയവൻ അറിയാത്ത രീതിയിൽ അവരുടെ ദേഹത്തേക്ക് ഗ്ലാസ് കമിഴ്ത്തി. ചാടി എഴുന്നേറ്റ് ഭദ്രയുടെ അടുത്ത് വന്നിരുന്ന ഒരു ഉളുപ്പില്ലാ തകർത്ത് അഭിനയിച്ച ഫ്രെഡി. സോറി, റിയലി സോറി. ഭദ്ര പെട്ടെന്ന് കൈ സ്ലിപ്പായി. ആകെ നനഞ്ഞല്ലോ. ഒരു കാര്യം ചെയ്യുക, റൂമിൽ ചെന്ന് വേഗം ഡ്രസ്സ് മാറ്റിക്കോ. എലിസബത്ത് അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. മൊത്തത്തിൽ സ്ലിപ്പായി വീഴാൻ നോക്കുമോനെ ഫ്രെഡി. ഒരു പെണ്ണ് കിട്ടിയ പിന്നെ എന്റെ മോന് തീരെ ശ്രദ്ധയില്ലല്ലോ എന്റെ കർത്താവേ. എന്നാ അഭിനയ ചെക്കൻ്റെ ഓരോ ഓസ്കാറല്ലയോ അങ്ങനെ അങ്ങ് പോയത്. വേണേ വിളിച്ചുകൊണ്ട് പോടാ പറഞ്ഞുകൊണ്ട് എലിസബത്ത് സ്വന്തം മുറിയിലേക്ക് നടന്നു. മൊത്തത്തിൽ സ്ലിപ്പായിട്ട് ഞാനൊരിക്കൽ വീണതാ അല്ലേടി ഭദ്രക്കൊച്ച്. ഭദ്രയുടെ കാതിലായി പതിയെ പറഞ്ഞു ഫ്രെഡി. എന്നതാ വല്ലതും പറഞ്ഞായിരുന്നോ മോനെ? ഡോറെടുക്കാൻ നേരം തന്റെ മോനെ വാരാൻ പറഞ്ഞില്ല എലിസബത്ത്. എല്ലാ മച്ചി, വാതിലടച്ച് കുറ്റിയിടാൻ പറയായിരുന്നു. പുറത്തുനിന്ന് എന്നാ ശബ്ദം കേട്ടാലും തുറക്കാൻ പാടില്ല കേട്ടോ. അടയുന്ന മുറിക്കുള്ളിൽ നിന്ന് എലിസബത്തിന്റെ പതിഞ്ഞ ചിരിയുടെ ശബ്ദം എപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ആ വലിയ റൂമിലെ വലിയ ബെഡിൽ ഒരു ഉടലായി പരസ്പരം പുണർന്നു കിടക്കുമ്പോൾ ശരീരത്തോടൊപ്പം മനസ്സും പങ്കിട്ടിരുന്ന ഇരുവരും ഫ്രെഡിയെക്കുറിച്ച് ഭദ്രയും ഭദ്രയെക്കുറിച്ച് ഫ്രെഡിയും കൂടുതൽ മനസ്സിലാക്കി. ഫ്രെഡിയോടുള്ള തന്റെ നാണം കലർന്ന സമീപനം മാറി അവിടെ കലർപ്പില്ലാത്ത പ്രണയം നിറയുന്ന ഭദ്ര തിരിച്ചറിഞ്ഞു. രാവിലെ വലിയ കിച്ചണിലേക്ക് എത്തുമ്പോൾ എലിസബത്തിനെ കൂടാതെ രണ്ടുപേരെ കൂടി ഭദ്ര പരിചയപ്പെട്ടു. തന്റെ അമ്മച്ചിക്ക് ഒരു സഹായത്തിന് ഫ്രെഡി ജോലിക്ക് നിർത്തിയതാണ് രാധയെയും വനജയെയും. ചുരുക്കി പറഞ്ഞ ഈ വലിയ വീട്ടിൽ എലിസബത്തിനോ ഭദ്രക്കോ പണികളൊന്നും ചെയ്യേണ്ടതില്ലെന്ന് സാരം. ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് തന്റെ ലാപ്പുമായി മൽപ്പിടുത്തത്തിലാണ് ഫ്രെഡി. ചായയുമായി അടുത്തേക്ക് വരുന്ന ഭദ്രയെ കണ്ടതും മടിയിലിരുന്ന ലാപ്പ് ടേബിൾ വെച്ചുകൊണ്ട് ഭദ്രയ്ക്ക് നേരെ കൈ നീട്ടിയവൻ. ഒരു പുഞ്ചിരിയോടെ ചായക്കപ്പ് നീട്ടിയവളെ മൊത്തത്തിൽ വലിച്ചെടുത്ത് മടിയിലേക്ക് കയറ്റിയിരുത്തി ഫ്രെഡി. ഈ ചായക്കപ്പ് എന്നാ ചൂടാടി വെണ്ണ, ഇത്രയും നേരം ഇതും പിടിച്ചു നിന്നിട്ട് നിന്റെ കൈപൊള്ളിയിലായോ? ഭദ്രയുടെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങി ടേബിൾ വെച്ച ശേഷവും ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടാതെ ആയതും ചോദ്യഭാഗത്തിൽ അവൻ ഒരിക്കൽ കൂടി അവളെ നോക്കി തലയുയർത്തി മൂളി. അവളില്ലാന്ന് തലയാട്ടുക മാത്രമേ ചെയ്തുള്ളൂ. അതെന്നെ അടി വെണ്ണേ, ചൂടറിയാൻ പറ്റാത്ത ഇത് ഏത് ലോകത്തായിരുന്നു ഭദ്ര നീ? അവന്റെ ചോദ്യത്തിലെ വശ്യതയ്ക്ക് മറുപടി നൽകിയത് അവളുടെ വർഷങ്ങളുടെ അനുഭവമായിരുന്നു. തീയും പുകയും കൊണ്ട് ഭദ്രയ്ക്ക് ശീലായി ഫ്രെഡി ചായ. പൊള്ളലിന്റെ നീറ്റലിനേക്കാൾ വേദന മനസ്സിലുള്ളപ്പോ ഈ ചൂടൊക്കെ ഭദ്ര അറിയാറേയില്ല. ആ പറച്ചിലിൽ അവൻ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. അവന്റെ വാത്സല്യത്തിനു മുമ്പിൽ ഭദ്ര തോറ്റുപോയി. തീയും പുകയും ചൂടും തണുപ്പും നിൽക്കാതെ ഫ്രെഡി ചായന്റെ കുഞ്ഞിനെ ഇടനെഞ്ചിൽ പൊതിഞ്ഞ് പിടിച്ചോളാം. അതിനല്ലേടി വെണ്ണേ ഈ ഫ്രെഡി ചായൻ ഓടി വന്നത്. അവിടേക്ക് പാഞ്ഞു വന്നവരോൾ കാണുന്നത് ഭദ്രയുടെ നെറ്റിയിൽ ചുണ്ടു ചേർക്കുന്ന ഫ്രെഡിയാണ്. ഫ്രെഡി! ആ അലർച്ചയിൽ ഇരുവരും ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. നീയായിരുന്നോ? നിന്നോട് ആരാ ഇപ്പം ഇങ്ങോട്ട് തള്ളിക്കയറി വരാൻ പറഞ്ഞു? അപ്പോഴവരെ എരിച്ചു കളയാൻ പാത്തിനെ തുറച്ചു നോക്കി നിൽക്കുകയായിരുന്നു അന്ന. ഭദ്ര, ഇത് അന്ന, അപ്പച്ചന്റെ പെങ്ങളുടെ മകളാ. ജർമ്മനിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക. ഇപ്പൊ കുറച്ചു നാളായിട്ട് നാട്ടിലുണ്ട്. തന്റെ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഭദ്രക്കടുത്തേക്ക് ചേർന്ന് നിന്നുണ്ടാവും പറഞ്ഞു. പരിചയപ്പെടുത്തലൊക്കെ അവിടെ നിൽക്കട്ടെ ഫ്രെഡി.
എന്റെ അപ്പച്ചൻ മാളികൽ പത്രോസിന് അന്നും ഇന്നും ഒരു വാക്കേ ഉള്ളൂ, ഈ മാളികക്കൽ അന്ന പത്രോസ് കുരിശെങ്കിൽ ഫ്രെഡി കുര്യനുള്ളതാണെന്ന്. അതൊക്കെ നീ മറന്നുപോയോ? എന്നിട്ട് എവിടെ കിടന്ന ഒരു നമ്പൂരി പെണ്ണിനെ കെട്ടി വന്നേക്കോ അവൻ. തിരുസഭയും നിയമങ്ങളൊക്കെ മറന്നോ നീ? എന്നോട് കാണിച്ച് ഈ ചതിക്ക് നീ മറുപടി പറയേണ്ടി വരും ഫ്രെഡി. ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അച്ഛനും അപ്പച്ചനൊക്കെ താഴെയുണ്ട്, ചെന്ന് അവരുടെ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി പറയുക. അന്നയുടെ ആക്രോശം കേട്ട് പകച്ചിന്ന് പോയി ഭദ്ര. ഫ്രെഡിയുടെ നോട്ട് ഒരു വേള ഭദ്രയിലുടക്കി നിന്നു. മുഷ്ടിയിരുട്ടിക്കൊണ്ട് അവൻ അന്നയുടെ നേർക്ക് തിരിഞ്ഞു. മാളിയേക്കൽ അന്ന പത്രോസിനെ ഫ്രെഡി കുര്യൻ എന്നാ പ്രേമിച്ച് കെട്ടിക്കോളാന്ന് ഞാൻ പറഞ്ഞിരുന്നോ? നിന്നോടോ നിന്റെ അപ്പച്ചനോടോ പള്ളിയിലച്ഛനോടോ? ഇല്ലല്ലോ. അതെ, നീ എന്നോടിപ്പോ പറഞ്ഞാൽ ക്ഷമിക്കും. പക്ഷേ എന്റെ പെണ്ണിന്റെ നേരെ നീ നോക്കിയ നോട്ടം അതിന് മേലാൽ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാലേ ആ കണ്ണ് രണ്ടും നിലത്ത് കിടന്ന് ഉരുളും. ഫ്രെഡി അവൾക്കടുത്തേക്ക് പായാൻ തുടങ്ങിയതും അന്നെ ഇരു കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് വിളിച്ചു പോയി. അയ്യോ കൊല്ലല്ലേ, ഞാൻ തമാശ ആട്ടിയിലടാ ചെക്ക. എന്റെ പൊന്നടാ ഉവേ, ഒന്ന് പേടിപ്പിക്കാന്ന് വെച്ചപ്പോ നെഞ്ചത്തേക്ക് കുരിശും കൊണ്ട് വരുവാന്നല്ലോ. കർത്താവ് എന്റെ അന്ത്യകൂദാശ നടത്തിയെന്നെ ഈ ഡോക്ടർ ചെക്കൻ. ചിരിയോടെ പറഞ്ഞുകൊണ്ട് അന്ന ഭദ്രക്കടുത്തേക്ക് നടന്നു. അത്രയും നേരം പകച്ചെന്നാൽ ഫ്രെഡിക്കടുത്തേക്ക് പതുങ്ങിക്കൊണ്ട് അവന്റെ കയ്യിൽ കൈകൾ ചുറ്റി നിന്നു. കൊച്ചു പേടിച്ചോ? കാര്യം ഞാൻ പറഞ്ഞ ശരി തന്നെയാ. എനിക്ക് ഇവനോട് മുടിഞ്ഞ പ്രേമായിരുന്നു. പക്ഷെ ഈ മരമാക്രിക്ക് എന്നോട് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ആഗ്രഹം നാളെയും മടക്കി പെട്ടിയെ വെച്ച് പൂട്ടി. എന്നാലും നിങ്ങളുടെ മിന്നിയേട്ടനെ വിളിക്കാതെ മോശമായിപ്പോയി. നാട്ടുകാർ പറഞ്ഞു വേണോ ഞാൻ അറിയാൻ? കാര്യം അങ്ങനെ പറഞ്ഞ് കൈകാര്യം ചെയ്തെങ്കിലും അന്നയുടെ മനസ്സിലൊരു കനൽ എരിയുന്നുണ്ടായിരുന്നു. ഫ്രെഡിയുടെ കാര്യത്തിൽ എവിടെയോ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ മോഹിച്ചതും മറ്റൊരുവൾ കൈക്കലാക്കിയെന്നറിഞ്ഞതും സഹിക്കാൻ കഴിയാതെ പാഞ്ഞു വന്നതാണ്. കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട് മടങ്ങിപ്പോണെന്ന് കരുതിയതാണ്. പക്ഷെ തന്റെ മുന്നിൽ കണ്ടത് ഫ്രെഡി ഭദ്രയെ മടിയിലെത്തി ചുംബിക്കുന്നതാണ്. സഹിക്കാൻ കഴിഞ്ഞില്ല. കേട്ടറിഞ്ഞതിനേക്കാൾ സുന്ദരിയാണ് തന്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി. തന്റെ ദേഷ്യവും വാശി ഇവിടെ കാണിക്കാനും കഴിയില്ല. ഫ്രെഡിയോട് ഇഷ്ടം പറയാൻ പണ്ട് താനൊന്ന് ശ്രമിച്ചതാ. മനസ്സടക്കി അവന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അറിയാതെ കവിളിൽ ചുണ്ടു ചേർത്ത് പോയി. അന്ന് കിട്ടിയ അടിയുടെ തരിപ്പ് ഇന്നും തന്റെ കവിളിൽ അനുഭവപ്പെടുന്നുണ്ട്. ഓർമ്മകളിൽ നിന്നും വിട്ടുമാറി ഭദ്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശേഷം ചോദിച്ചു തുടങ്ങി അന്ന. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഫ്രെഡി താഴേക്ക് ഇറങ്ങിച്ചെന്ന്. അന്നയുടെ അപ്പച്ചനും അമ്മച്ചിയും പള്ളിയിലച്ഛനും ഫ്രെഡിയോടും കുടുംബത്തോടും സംസാരിക്കുമ്പോഴും ഭദ്രയെ പരിചയപ്പെടുമ്പോഴുമൊക്കെ അന്യമതത്തിലുള്ള കുട്ടിയെ മിന്നിയെട്ടിയെന്ന തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ മറന്നില്ല. ഈ കാലഘട്ടത്തിന് പറ്റിയ സംസാരമല്ല നിങ്ങളുടേത്. അച്ചു, നിങ്ങൾ ഇതിന് കൂട്ടു നിൽക്കുകയാണോ വേണ്ടേ? ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്ന് കേട്ടില്ലേ പത്രോസേ നീ? ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇതര മതസ്ഥരുമായിട്ട് വിവാഹ സഭ അംഗീകരിക്കുന്നുണ്ട്. ആരോടൊപ്പം തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഓരോ പൗരനുണ്ട്. അതിനും ഇത് തീരുമാനം എടുക്കാനുള്ള അവകാശം മറ്റൊരു വ്യക്തിക്കോ കാസ്റ്റിനോ മതത്തിനോ യാതൊരുവിധ അധികാരവുമില്ല. ഇതൊക്കെ ഇനി ഏത് കാലത്ത് മനസ്സിലാക്കാനാ നീ? കുര്യൻ പത്രോസിന്റെ മുഖത്ത് നോക്കി തന്നെ ചോദിച്ചു. പത്രോസിന്റെ നാവടഞ്ഞതും അച്ഛന്റെ ഉപദേശം തുടങ്ങിയിരുന്നു. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ സഭ ഇതൊന്നും അംഗീകരിച്ചില്ല കുര്യ. അച്ഛൻ പറഞ്ഞു തുടങ്ങിയതും ഫ്രെഡിയെ തടഞ്ഞു. അംഗീകാരമൊന്നും വേണ്ട അച്ചു. പത്രോസ് അങ്ങളുടെ കൂടെ അച്ഛനോട് വന്ന് സുഖവിവരറിയാനില്ലെന്ന് മനസ്സിലായി. അച്ഛൻ പേടിക്കണ്ട. എന്റെ പെണ്ണിന്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായ അതിന് മധ്യസ്ഥ വഹിക്കാൻ അച്ഛനെ ക്ഷണിക്കില്ല. ഓ സോറി. ഈശോമിശിവക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പക്ഷേ ഫ്രെഡി, ഒരേ മതത്തിൽപ്പെട്ട സ്ത്രീക്കും പുരുഷനും പോലും ഈ കാലഘട്ടത്തിൽ ഒരേ അഭിപ്രായത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട നിങ്ങൾ മതപരമായിട്ടുള്ള ഓരോ ചടങ്ങുകളും വിശേഷങ്ങളും വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്നാ? ഇതൊക്കെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അല്ലാതെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ആരുമല്ല. അനുസരിച്ചില്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ ഞാൻ വരില്ല. ഓ സാറില്ല അച്ചു. ഭാവിയിൽ ഞങ്ങൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് മാമോദീസയോ നൂലിട്ടോ ചോറൂണോ പേരിടൽ ചടങ്ങോ നടത്താതെ ഞങ്ങൾ വളർത്തിക്കൊള്ളാം. അച്ഛൻ ആദ്യം പോയി കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് പള്ളിമേളിൽ വെച്ചുണ്ടായ അടിപിടിക്ക് ഒത്തുതീർപ്പുണ്ടാക്കി വെച്ചും വാ. എന്നാ പോ, അങ്ങനെയല്ലേ? അച്ഛന് തൃപ്തിയായി. എങ്കിലും അടുക്കളയിലേക്കൊന്ന് പാളി നോക്കി അച്ഛൻ. എലിസബത്തെ, എന്നതാ അടുക്കളയിൽ നിന്നൊരു മണം? കപ്പയും പോർക്കാന്നോ? എന്നാ പിന്നെ അതിലൊരു പങ്ക് കഴിച്ചേച്ചും പോവാം. അച്ഛന്റെ പെട്ടെന്നുള്ള കാൽമാറ്റം പന്നിയിറച്ചി കൊണ്ടുപോയത് കാണെ പത്രോസിന് പിന്നീടൊന്നും പറയാനുണ്ടായിരുന്നില്ല. അതിനിടയിൽ ഭദ്രയുടെ അടുത്തേക്ക് വന്ന് കണ്ണ് ചിമ്മിക്കാട്ടി അച്ഛൻ. ചുമ്മാതാ മോള് പേടിച്ചു പോയോ? പേടിക്കണ്ട, ഇത്തരം കാര്യങ്ങളൊക്കെ സഭ ഇടപെടണമെന്നാ. ചുമ്മാ ഒരു കൗൺസിലിംഗ്, അത്രയേ ഉള്ളൂ. പ്രേമിച്ച് കെട്ടിയവൻ ആരെയും ഞാൻ പറയുന്നത് കേട്ട് പിന്മാറുക വച്ചേ ഇല്ല. അപ്പൊ നല്ല വിശപ്പ്, ഇനി കഴിച്ചു സംസാരിക്കാം. അന്നയും പത്രോസും വന്ന കാര്യം നടക്കാത്തതിന്റെ വിഷമത്തിലാണ് പിന്നീട് മടങ്ങിപ്പോയത്. ഒരു മാസം പിന്നിട്ടുള്ള മഞ്ഞുമൂടിയ പ്രഭാതം. ഇല്ലത്തുള്ള ഒരു യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഹോ എടി പാറു, എന്നെ അടുക്കളയിൽ വന്നത് സഹായിക്കാൻ ഇവിടെ ആരുമില്ലേ? 2 പെണ്ണുങ്ങളുള്ള വീടാ. തിന്നല്ലാതെ ഒറ്റയാണ് അടുക്കളയിൽ കാലൂത്തില്ല. തീയും പുകയും കരിയും കൊണ്ട് എന്റെ ജീവിതം ഒടുങ്ങുമല്ലോ. എന്റെ ദേവിയെ നാശം. ആ ഭദ്രയെ കെട്ടിച്ചു ഉണ്ടായിരുന്നു. വേഗത്തിൽ റെഡിയായി ഗോവണി ഇറങ്ങിയ വരുണി കൗസല്യയുടെ രോദനം കേട്ടുകൊണ്ടാണ് അടുക്കളയിൽ എത്തിയത്. കാപ്പി ഇട്ടോ ചോദിച്ചുകൊണ്ട് ഗ്ലാസ് കാപ്പി ഒഴിച്ചെടുത്ത് അടുക്കള വിടാൻ ഒരുങ്ങി വരുണി ചോദിക്കണമെന്ന് കരുതിയതാ. നിന്റെ വീട്ടുകാർ കല്യാണത്തിനെന്ന ഉരുപ്പടികളൊക്കെ എവിടെ? വിരുന്നോക്കും കറക്കൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ആഭരണങ്ങളെല്ലാം തന്നേക്ക്, ഞാൻ സൂക്ഷിച്ചു വെക്കാം. വരുണിക്കടുത്ത് വന്നിന്ന് അധികാരത്തോടെ ചോദിച്ചു കൗസല്യ.
ഒരവസരം കിട്ടിയ പോലെയാണ് വരണിക്ക് തോന്നിയത്. അതിന്റെ ആവശ്യമൊന്നുമില്ല അമ്മേ, എന്റെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ തൽക്കാലം എനിക്കറിയാം. പിന്നെ ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതിയതാ. അന്ന് ദത്തൻ ഭദ്രയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത സ്വർണ്ണങ്ങൾ എവിടെ? സത്യം പറഞ്ഞ ഭദ്ര കൊടുക്കാൻ ഞാനും ദത്തനും കൂടി ഒരുമിച്ച് വാങ്ങിയതാ ഗോൾഡ്. അതായത് പാതി കാശ് എന്റെ കൂടിയാ. അമ്മ പറഞ്ഞ പോലെ വിരുന്നുപോക്കിന് തിരക്കിനിടയിൽ ഞാനത് മറന്നുപോയി. എവിടെയാത്? ഇങ്ങ് തന്നേക്ക്. ആഹാ, നീ ആള് കൊള്ളാലോടി. എന്റെ മോൻ സമ്പാദിച്ച കാശ് കൊണ്ട് വാങ്ങിയ ആഭരണങ്ങൾ നിനക്ക് ഞാനിപ്പോ എടുത്തു തരാം. ആ വെള്ളങ്ങ് മോള് വാങ്ങി വെച്ചേക്ക്. ആ സ്വർണ്ണക്ക് എന്റെ മോള് പാറുവിന് അവകാശപ്പെട്ടതാ. അതിന്നൊരു തരി പോലും ഞാൻ നിനക്ക് തരില്ല. എന്താ ഒരു ബഹളം? അമ്മ രാവിലെ തന്നെ തുടങ്ങിയോ? ഷർട്ടിന്റെ സ്ലീവും മടക്കി വെച്ച് അവിടേക്ക് വന്നാണ് ദത്തൻ. തന്റെ അമ്മയുടെ നേരെ തന്നെയാണ് അവൻ ആദ്യം തിരിഞ്ഞതും. ഓഹോ, അപ്പൊ രണ്ടും കൂടി കരുതി കൂട്ടി ഇറങ്ങിയാണല്ലേ? എന്ത് തലയണ മന്ത്രം ഇവള് നിനക്ക് പഠിപ്പിച്ചെന്ന്? നിന്റെ ഭാര്യയുടെ നാക്ക് നീ കേട്ടില്ലായിരുന്നോ? രാവിലെ എഴുന്നേറ്റ് ഞാൻ ഉണ്ടാക്കി വെക്കുന്ന വെട്ടി വിഴുങ്ങിയിട്ട് രണ്ടും കൂടി കറങ്ങാൻ പോകും. ഈ വീട്ടിൽ കുഞ്ഞിട്ടൊരു കുപ്പ എടുക്കുന്നുണ്ട് നിന്റെ ഈ ഭാര്യ. പാറുവിനൊരു ആലോചന എന്നിട്ട് ഉറച്ച മട്ട. അവൾക്ക് വേണ്ടി ഞാൻ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന ആഭരണങ്ങൾ നിന്റെ ഭാര്യയ്ക്ക് വേണം പോലും. ഇത് എവിടുത്തെ നീയായോ? അതെ, നിങ്ങൾ കൂട്ടി വെച്ച സ്വർണ്ണങ്ങളല്ല ഞാൻ ചോദിച്ചത്. ഞാനും ദത്തനും ഭദ്രയ്ക്ക് വേണ്ടി വാങ്ങിയത് അതൊക്കെ. ഫ്രെഡി ഏതായാലും അതിനെ സ്വീകരിക്കില്ല. ആ നിലക്ക് അതിന്റെ അവകാശം ഈ ഞാനാ. നിങ്ങളെ കൂടെ മാറിക്ക്. പറഞ്ഞുകൊണ്ട് വഴക്കിനിടയിൽ അവിടേക്ക് വന്ന പാർവതിക്ക് നേരെ തിരിഞ്ഞു വരുണി. ആഹാ, എല്ലാം കൂടി പാറുമോൾ കാതിലും കഴുത്തിലായിട്ട് വാരി അണിഞ്ഞേക്കുവാണോ? ഇങ്ങോട്ട് ഊരിത്താ മോളെ. പാർവതിയുടെ കഴുത്തിൽ കിടന്ന മാലിൽ പിടിമുറുക്കി വരുണി. ഇട്, എനിക്ക് വേദനിക്കുന്നു. ദേഹനൊന്ന ഏട്ടത്തിയാണെന്ന് ഞാൻ നോക്കില്ല. ഈ സ്വർണ്ണ എന്റെ ഏട്ടന്റെയാ, ഞാൻ തരില്ല. നിന്റെ ഏട്ടനിപ്പോ എന്റെ ഭർത്താവാടി. ഞാൻ കഴിഞ്ഞുള്ള അങ്ങേർക്ക് മറ്റാരും. ഇതുപോലെ തന്നെയല്ലേ അന്ന് ഭദ്രയും വേദനിപ്പിച്ച്? മറന്നോ നീ അത്? വരുണിയും വിട്ടുകൊടുത്തില്ല. അയ്യോ, ഈ ഒരുമ്പട്ടോളന്റെ മോളെ ശ്വാസം മുടിച്ച് കൊല്ലാൻ പോണേ. ആരുമില്ല ഈ പൂതിനെ അടിച്ചു കൊല്ലാൻ. നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കൗസല്യ. രാമ രാമ, കരികാലം ഇല്ലാണ്ടെന്താ പറയാ? കണ്ടു നിൽക്കാൻ വയ്യാതെ വാസുദേവ നമ്പൂരി അകത്തേക്ക് പോയി. ഈ പ്രശ്നങ്ങൾക്കിടയിലാണ് പ്രഭു അവിടേക്ക് വന്ന്. ദത്ത, നീ എന്താ ഇവിടെ പെണ്ണുങ്ങളുടെ വായി നോക്കി നിൽക്കുന്നത്? ഇങ്ങ് വന്നേ. ഭദ്രയുടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറമ്പിൽ നിന്ന് കുറച്ച് കായ്ഫലങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ആ കാറിലേക്ക് എടുത്തു വെച്ചേ. വേഗാവട്ടെ. അടിയും പിടിയെ കഴിഞ്ഞ് മുത്തശ്ശനൊഴികെ ഇല്ലത്തുള്ളവരെല്ലാവരും കുരിശിങ്കിലേക്ക് പുറപ്പെട്ടു. പോയിട്ട് വരൂ. കുട്ടിയോടിന്റെ അന്വേഷണം പറഞ്ഞേക്കൂ. അത്രയും ദൂരമൊന്നും എനിക്ക് പറ്റില്ലാലോ. മുത്തശ്ശൻ എപ്പോഴത്തെയും പോലെ ഉൾവലിഞ്ഞു. ദീർഘദൂര യാത്രയ്ക്ക് ശേഷം കുരിശിങ്കൽ മാളികക്കുമ്പിൽ ദത്തന്റെ കാറ് വന്ന് നിന്നു. വാച്ച്മാൻ ഗേറ്റ് തുറന്നു കൊടുത്തു. മുന്നിൽ കാണുന്ന കൂറ്റൻ മാളിക കണ്ട് പാർവതിയുടെയും കൗസല്യയുടെയും കണ്ണു മിഴിഞ്ഞു. വിശാലമായ കാർ പോർച്ചിൽ നിരത്തിയിട്ടിരിക്കുന്ന ആഡംബര കാറുകൾ കാണെ നിസ്സഹായ ഭാവത്തിൽ മുഖം കൂർപ്പിച്ചു പാർവതി. ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ? കുര്യൻ എലിസബത്ത് സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇല്ലത്തുനിന്ന് കൊണ്ടുവന്ന നാളികേരവും വാഴക്കുലകളും മറ്റുമൊക്കെ കണ്ടാൽ ഈ വലിയ വീട്ടിൽ തന്റെ വിലയിടിയുമോ എന്നോർത്ത് വിഷമിച്ചു പ്രഭു. ദത്ത, ഇത്രയൊന്നും ഞാൻ കരുതിയില്ല. എന്തേലും കൂടി വാങ്ങേണ്ടതായിരുന്നു. കഷ്ടായില്ലോ. ഇവിടെയുള്ള ഒരു പച്ചയുള്ള മനുഷ്യനാണ് അച്ഛാ. ഇല്ലത്തുള്ളവരെ പോലെ ആൾദൈവങ്ങളല്ല. ദത്തിനൊരു മടിയും കൂടാതെ ഓരോന്നും എടുത്തു പുറത്തു വെച്ചതും സന്തോഷത്തോടെ കുര്യൻ എലിസബത്ത് അതൊക്കെ സ്വീകരിച്ചു. ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകൾ രണ്ടുപേർ അതൊക്കെ എടുത്ത് അടുക്കള വശത്തേക്ക് കൊണ്ടുവന്ന് നോക്കിയെന്ന് കൗസല്യ. അവരെ കൂടാതെ പുറമണിക്ക് വേറെയും ജോലിക്കാർ നിൽക്കുന്ന കാണെ മുഖം വെട്ടിച്ചവർ. ഇതെന്താ രാജകൊട്ടാരം വല്ലതും ആണോ? വെറും പൊങ്ങച്ചം, അത്ര തന്നെ. വീടിനുള്ളിൽ കയറിയുന്ന കൗസല്യയുടെ ശരീരം ഒന്ന് കുളിർന്നു. TV സീരിയൽ മാത്രമാണ് ഇതുപോലെ ആധുനിക രീതിയിൽ നിർമ്മിതമായ വീടും അതിനുൾവശമൊക്കെ അവർ കാണുന്നത്. തൂവെള്ള നിറത്തിൽ സോഫയിലിരുന്നു പാതാളത്തോളം താൻ താഴ്ന്നു പോകുന്ന പോലെ തോന്നിപ്പോയി കൗസല്യക്ക്. വെറും ഒരു വാലിക്കാരിയുടെ സ്ഥാനം കൊടുത്ത് അതിനേക്കാൾ കൂടുതൽ അടിച്ചമർത്തി തങ്ങൾ പാർപ്പിച്ചിരുന്ന ഭദ്രക്ക് രാജയോഗം. ആ ചിന്തയിൽ അസൂയയുടെ അറ്റം കണ്ട് കൗസല്യയും പാർവതിയും. വേഗത്തിൽ സ്റ്റെയർ ഇറങ്ങി വരുന്ന ഫ്രെഡിയിലേക്ക് എല്ലാവരുടെയും നോട്ടം പാഞ്ഞു. കുളി കഴിഞ്ഞു വരുന്ന വരവാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. നനഞ്ഞ മുടികൾ കോതി ഒതുക്കാതെ കൈകൾ കൊണ്ട് പുറകിലേക്ക് ഒതുക്കി വരുന്നവന്റെ അല്പം ചുമന്ന കണ്ണുകളിലേക്ക് ഉറ്റു നോക്കി നിന്നുപോയി പാർവതി. ദത്ത വിളിച്ചുകൊണ്ട് ദത്തനെ കെട്ടിപ്പിടിച്ച് ഫ്രെഡി. ഭദ്രയുടെ ഫ്രെഡി? വരുണി ചോദിച്ചവും ഫ്രെഡി മുകളിലേക്ക് വിരൽ ചൂണ്ടി. കുളിക്കുവാണി, നീ മുകളിലേക്ക് ചെല്ല്. കേൾക്കേണ്ട താമസം വരുണി മുകളിലേക്ക് ഓടി. തികഞ്ഞ അസൂയാണെങ്കിൽ കൂടിയും ഭദ്രയുടെ ചുറ്റുപാടുകൾ കണ്ട് മനസ്സിലാക്കാൻ വല്ലാത്തൊരു വെപ്രാളം തോന്നിപ്പോയി പാർവതിക്ക്. വലിഞ്ഞു കയറി ചെല്ലുന്നതിന് പകരം ആരെങ്കിലും തന്നെ ആനയിച്ച് കൊണ്ടുപോയിരുന്നെങ്കിലെന്ന് ആശിച്ചു പോയി അവൾ. അല്പം കഴിഞ്ഞതും വരുണിക്കൊപ്പം പൊട്ടിച്ചിരിച്ചുകൊണ്ട് വരുന്ന ഭദ്രയെ ആദ്യം കണ്ടതും പാർവതി തന്നെയായിരുന്നു. ഓറഞ്ച് നിറത്തിലുള്ള ക്രോപ്പ് ടോപ്പും വൈറ്റ് കളർ ലോങ് സ്കേർട്ടുമാണ് അവിടെ വേഷം. പൊട്ടിച്ചിരിച്ചുകൊണ്ട് വരുന്ന ഭദ്രയെ ആദ്യമായി കാണുന്ന പോലെ നോക്കിയിരുന്നു പോയി കൗസല്യയും പാർവതിയും. ഇത്രയും സന്തോഷിച്ചിട്ട് ഭദ്ര ഇതുവരെ കണ്ടിട്ടില്ലെന്ന് തോന്നിപ്പോയി പ്രഭുവിന്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നനഞ്ഞു. പ്രഭുമാമേ? ഒരു നീട്ടിവിളിയോടെ പോയി കാല് തൊട്ട് വണങ്ങി ഭദ്ര. അവളുടെ മൂർധാവിലൂടെ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് പുഞ്ചിരി തൂകിയയാൾ. സുഖാണോ എന്ന് ചോദിക്കണില്ല, കണ്ടാൽ തന്നെ അറിയാം ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യവതി മോളാണെന്ന്. ഭദ്ര നേരത്തെ പുഞ്ചിരിയോടെ ഫ്രെഡിയെ നോക്കിയതും ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചവൻ. സുഖാണോ അമ്മായി? പാർവതി, എന്നുള്ള വിശേഷം? മുത്തശ്ശന് സുഖമല്ലേ? ഭദ്രയുടെ വാക്കുകളിൽ പഴയ വിനയമൊന്നുമില്ലെന്ന തിരിച്ചറിവ് ഇരുവരെയും ചൊടിപ്പിക്കാതിരുന്നില്ല. വേണം വേണ്ടാന്ന് വിചാരിച്ചവൻ ചിരിച്ചു കാട്ടിയതല്ലാതെ നാവ് ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇരുവരും. ഡിന്നർ കഴിക്കാൻ നേരം മൂവരൊന്നും മടിച്ചു. പേടിക്കണ്ട, ഇവിടെ നോൺ വെജ് അധികം ഉണ്ടാക്കാറില്ല.
BP കൊളസ്ട്രോളൊക്കെ ഉള്ള കാരണം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നോണൊക്കെ കുക്ക് ചെയ്യുക. ഇതൊക്കെ നിർബന്ധം ഉണ്ടായിരുന്ന ഒരുത്തനാണെങ്കിൽ പെണ്ണ് കിട്ടിയ പിന്നെ 3 നേരവും പച്ചക്കറിയാ. പിന്നെ ആർക്കാ? ചിരിയോടെ കുര്യൻ പറയുമ്പോൾ എല്ലാവരുടെയും നോട്ടം മാഞ്ഞ് ഫ്രെഡിയുടെയും ഭദ്രയുടെയും നേർക്കാണ്. ലാപ്പിലെന്തോ തിരിയുന്ന ഫ്രെഡിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന ഭദ്രയാണ്. ഒപ്പം അവളും കഴിക്കുന്നുണ്ട്. എന്താടാ റെഡിയായില്ലേ ഇതുവരെ? കുര്യൻ ചോദിക്കുമ്പോൾ ഫ്രെഡി ലാപ്പിൽ നിന്ന് മുഖമുയർത്തി നോക്കി. യാ റെഡിയായി. മൺഡേ മുതൽ കോളേജിൽ പോയി തുടങ്ങാം. ആ നന്നായി. നമ്മുടെ ഹോസ്പിറ്റലിന് അടുത്തല്ലേ കോളേജ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോവുകയും വരികയും ചെയ്യാലോ. ആശ്വാസത്തോടെ എലിസബത്ത് പറഞ്ഞു. മൂവരുടെയും സംസാരം കേട്ടിട്ട് പ്രഭുവിനും പാർവതിയും കൗശലിക്കൊന്നും മനസ്സിലായില്ല. ദത്തനാണ് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്ത്. അതൊന്നുമില്ല സർ, ഭദ്ര ഡിഗ്രി കഴിഞ്ഞല്ലേ. അവളോട് അടുത്തുള്ള കോളേജിൽ MBAക്ക് ചേർത്ത് ഫ്രെഡി. അതിന്റെ അഡ്മിഷന്റെ കാര്യം അവർ സംസാരിക്കുന്നത്. ഇത്തവണ പ്രഭുവിന്റെ മുഖവും കുറ്റബോധത്താൽ താഴ്ന്നിരുന്നു. അത് മനസ്സിലാക്കിയ പോലെ കുര്യൻ പറഞ്ഞു തുടങ്ങി. ഹോസ്പിറ്റലിൽ കൂടാതെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ വേറെയുണ്ട് ഞങ്ങൾക്ക്. മോൻ പെണ്ണേറ്റിയ സ്ഥിതിക്ക് ഞാൻ അല്പം റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചേക്കുക. ഇനിയല്ല എൻ്റെ മോനും മരുമോളും നോക്കട്ടെ. അതിന്റെ ആദ്യപടിയായിട്ടാ ഭദ്രമോട് ഈ MBA പഠനം. തിരിച്ചൊരു വാക്കുപോലും ഉരിയാടാനാവാതെ കേട്ടിരുന്നതേയുള്ളൂ പ്രഭു. രാത്രി ഏറെ വൈകിട്ടും ഇരു കുടുംബക്കാരും പുറത്തെ ഗാർഡനിൽ സംസാരിച്ചിരുന്നു. വരുണിയെ വീടിന് ഉൾഭാഗം കാട്ടിക്കൊടുക്കുന്ന തിരക്കിലാണ് ഭദ്ര. അവർക്കൊപ്പം കൂടി പാർവതിയും കൗസല്യയും. ഭദ്രയുടെ മുറിയിലേക്ക് കടന്നു ഇരുവരുടെയും കണ്ണുകൾക്ക് വിശ്രമം നഷ്ടപ്പെട്ടിരുന്നു. ചുമരി നിറയെ ഫ്രെഡിയുടെയും ഭദ്രയുടെയും പ്രണയം തുളുമ്പി നിൽക്കുന്ന ഫോട്ടോകളാണ്. വലിയ കട്ടിലും പട്ടുമെത്തയും എന്തിന് വിശാലമായ വാഷ്റൂം വരെ തുറന്നു നോക്കി ഇരുവരും. ഭദ്രയുടെ വാർഡ്രോബ് തുറന്നു നോക്കിയ പാർവതിയും കൗസല്യയും ഞെട്ടി തറഞ്ഞിന്ന് പോയി. മനോഹരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും വില കൂടിയ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളും കൊണ്ട് നിറഞ്ഞിരുന്നു അവിടം. ഇങ്ങനെ ഉരുട്ടിയാ കണ്ണിപ്പ പൊട്ടിപ്പോകുന്ന നാത്തൂനെ. ഇതൊക്കെ കണ്ടിട്ട് സഹിക്കുന്നുണ്ടാവില്ലല്ലേ? പാർവതിക്കടുത്തേക്ക് വന്നിന്ന് വരുണി പതിയെ പറഞ്ഞു. തന്റെ മരുമകളുടെ സംസാരം കൗസല്യക്ക് അത്രണ്ട് രസിച്ചില്ല. പിന്നെ ഞങ്ങൾ ആരും ഒന്നും കണ്ടിട്ടില്ലാലോ. എന്റെ പാറുമോളെ കെട്ടാൻ പോകുന്ന കുടുംബക്കാർ ഒട്ടും മോശമല്ല. അതും നല്ല ഒന്നാന്തരം ബ്രാഹ്മണ കുടുംബം. പാറുവിന്റെ കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം നിന്നെയും നിന്റെ ഭദ്രയെ അവിടെ കൊണ്ട് പോവാൻ ഞങ്ങൾ. അന്ന് നിന്റെയൊക്കെ കണ്ണു പൊട്ടാൻ നോക്കിക്കോ. പാറു ഈ വരുന്നുണ്ടോ? എനിക്ക് ഉറക്കം വരുന്നു. മണി 12 കഴിഞ്ഞു. കൗസല്യ പറഞ്ഞു കഴിഞ്ഞതും പെട്ടെന്ന് കറണ്ട് പോയി. ഒപ്പം താഴെ ഹാളിൽ എന്തോ പൊട്ടുന്ന ശബ്ദവും കേട്ടു. ഭദ്ര ഒരു പിടപ്പോടെ സ്റ്റെപ്പിനടുത്തേക്ക് പാഞ്ഞു. പുറകെ വരണി. ഒന്നും മനസ്സിലാവാതെ കൗസല്യയും പാർവതിയും അവർക്ക് പുറകെ തന്നെ പോയി. ഫ്രെഡി ചായ, അപ്പച്ച, അമ്മച്ചി. തപ്പിത്തടഞ്ഞ് സ്റ്റെയർ ഇറങ്ങുമ്പോഴും ഭദ്ര ഒരു പകപ്പോടെ വിളിച്ചുകൊണ്ടിരുന്നു. പാതിയോളം ഇറങ്ങിയതും പെട്ടെന്നാണ് ലൈറ്റുകൾ ഓണായത്. ഒപ്പം വീണ്ടും ഒരു ശബ്ദത്തോടെ ഭദ്രയുടെ ദേഹത്തുകൂടി കുറേയധികം ഗ്ലിറ്റേഴ്സ് ചിതറി വീണു. ഹാപ്പി ബർത്ത്ഡേ ബേബ്സ്. ഇനി കൈയും വിടർത്തിയുന്നുകൊണ്ട് തന്നെ നോക്കുന്ന ഫ്രെഡിയെ കണ്ടതും ഇന്ന് തന്റെ ബർത്ത്ഡേ ആണെന്ന് ഓർമ്മ വന്ന് ഭദ്രയ്ക്ക്. ചെറിയ രീതിയിൽ ഭയപ്പെടുത്തിയതിന്റെ കുഞ്ഞു ദേഷ്യം കാട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് പാഞ്ഞാൾ അവന്റെ നെഞ്ചിൽ ഇരുകയും ചുരുട്ടിപ്പിടിച്ച് ഇടിച്ചുകൊണ്ടിരുന്നു. പുറത്ത് ഗാർഡനിലാണ് ബർത്ത്ഡേ കേക്ക് സെറ്റ് ചെയ്തിരുന്നത്. കേക്ക് കട്ട് ചെയ്തതും ആദ്യത്തെ കേക്കിംഗ് കഷ അവൾ ഫ്രെഡിയുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. അവളുടെ നെറുകയിൽ മുത്തിക്കൊണ്ട് അവന് അവളുടെ വായിലേക്ക് മധുരം പകർന്നു കൊടുത്തു. തന്റെ കഴുത്തിലേറ്റ തണുപ്പിൽ പെട്ടെന്ന് ഭദ്ര കുനിഞ്ഞു നോക്കിയതും കണ്ടു. നിറയെ വെള്ളക്കല്ലുകൾ പതിപ്പിച്ച് നിറഞ്ഞു കിടക്കുന്ന ഒരു നെക്ലസ് തന്റെ കഴുത്തിൽ സ്ഥാനം പിടിച്ച്. ഒപ്പം കൊളുത്ത് കടിച്ച് മുറുക്കുന്നവന്റെ അധരങ്ങളുടെ തണുപ്പ് അവന്റെ ചുടുശ്വാസവും കഴുത്തിന് പുറകിൽ അനുഭവപ്പെടുന്നുമുണ്ട്. ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. വേറെയും ഡയമണ്ട് ആഭരണങ്ങൾ സമ്മാനമായി വെച്ച് നീട്ടുന്ന തന്റെ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും മുഖത്തേക്ക് അവൾ നിറകണ്ണുകളോടെ ഉറ്റുനോക്കി. കിട്ടിയ സമ്മാനങ്ങൾക്ക് നന്ദി പറയാതെ അവൾ നിറയെ നക്ഷത്രങ്ങളുള്ള ആകാശത്തേക്കാണ് ഉറ്റുനോക്കിയത്. തനിക്കൊരു അപ്പച്ചനെയും അമ്മച്ചിയെയും സ്നേഹനിധിയായ ഭർത്താവിനെയും സമ്മാനിച്ച സർവേശ്വരനോട് നന്ദി പറഞ്ഞവൾ ഏതൊരു പെണ്ണും കൊതിച്ചു പോകുന്ന ചേർത്ത് പിടിക്കലിന്റെയും പരിഗണനയുടെയും ഉദാഹരണത്തിന് മുമ്പിൽ ഭദ്ര എന്ന പെണ്ണ് മതി മറന്നു. 6 മാസങ്ങൾക്ക് ശേഷം ഭദ്രയുടെ ഇല്ലത്തെ എല്ലാവരും ഒത്തുകൂടി. പാർവതിയുടെ വേളിയാണ്. അടുത്ത് തന്നെയുള്ള നമ്പൂതിരി ഇല്ലത്തെ ഹരികൃഷ്ണനാണ് വരൻ. ആളൊരു എഞ്ചിനീയറാണ്. കരഞ്ഞു തളർന്നിരിക്കുന്ന പാർവതിയെയും കൗസല്യയും കണ്ടുകൊണ്ടാണ് ഭദ്ര ഇല്ലത്തെത്തിയത്. തൊട്ടടുത്ത് തന്നെയുണ്ട് വരുണിയും ദത്തിനും. മുത്തച്ഛനും പ്രഭു ഉമ്മറ തന്നെ ഉണ്ടായിരുന്നു. ഭദ്രയെ കണ്ടതും കൗസല്യ പ്രതീക്ഷയോടെ അവൾക്കടുത്തേക്ക് പാഞ്ഞു. ഓളെ സഹായിക്കണം, നമ്മുടെ പാറുവിന്റെ വേളി നടക്കില്ല എന്നാ തോന്നുന്നത്. 50 പവനാ സ്ത്രീധനായിട്ട് അവർ ചോദിച്ച്. 2-3 ദിവസം നീണ്ടിക്കുന്ന ചടങ്ങൊക്കെ വേണ്ടല്ല ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ പറയാ 100 പവനെങ്കിലും വേണമെന്ന്. 50 പവനും മറ്റു ചടങ്ങുകൾക്ക് വേണ്ട തുക തന്നെ ഈ ഇല്ലവും പറമ്പ് വെച്ച് ലോൺ എടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. പോരാത്തതിന് ദത്തന്റെ സമ്പാദ്യവും. ഭദ്രയെ ചുറ്റിപ്പിടിച്ച് പ്രതീക്ഷയോടെ പദം പറഞ്ഞ് കരയുകയാണ് കൗസല്യ. ഫ്രെഡിയെ കാണാൻ ദത്തൻ അവനടുത്തേക്ക് ചെന്നു. ഫ്രെഡി, ഞാൻ പറഞ്ഞ പൊന്നു മോഹിച്ചു വരുന്ന ബന്ധങ്ങൾ നമുക്ക് വേണ്ടാന്ന്. പാറു ജോലിയുള്ള കുട്ടിയല്ലേ, അവൾക്ക് ഇതിൽ നല്ല ബന്ധങ്ങൾ ഇനിയും കിട്ടും. അമ്മയ്ക്കും മോൾക്ക് ഇത് തന്നെ വേണമെന്ന് ഒരേ നിർബന്ധമായിരുന്നു. എന്നെ കൊണ്ടാവും ഇതെല്ലാം ഞാൻ ചെയ്തു. നിനക്കറിയാലോ, എൻ്റെ കയ്യിലുള്ള മുഴുവൻ ഞാൻ ഇതിനോടകം പാറുവിനായിട്ട് ചെലവാക്കി. ഇനിയും വേണ്ട ഒരു 30 പവൻ കൂടി. അത് ഞാൻ കൂട്ടിയാ കൂടിലടാ. ദത്തൻ പറയുമ്പോഴും ഫ്രെഡി പ്രത്യേകിച്ചൊന്നും മിണ്ടിയില്ല. കൗസല്യ ഫ്രെഡിക്കടുത്തേക്ക് നടന്നു. ഫ്രെഡി മോനെ, അമ്മായി ഒന്ന് സഹായിക്കടാ. എൻ്റെ മോളുടെ ജീവിതം നാട്ടുകാരെ മൊത്തം ക്ഷണിച്ചുപോയി. ഈ വിവാഹം നടന്നില്ലെങ്കിൽ അവൾ ചത്തുകളെന്നാ പറയുന്നത്. ഞാൻ ഇങ്ങനെ ഒരു മാരേജിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. തികയാത്ത സ്വർണ്ണം ഉണ്ടാക്കാൻ ഓടിയാണെന്ന് ഒപ്പിച്ചിട്ട് അവസാന വിവാഹം കേമായി നടന്ന പരിപാടിയൊക്കെ പഴയ സിനിമകളിൽ മാത്രമേ ഉള്ളൂ.
സ്ത്രീധനം ചോദിക്കുന്നവനോ മുഖത്ത് നോക്കി പോയി ഭിക്ഷ എടുത്ത് ജീവിക്കണമെന്ന് പറയാൻ പഠിക്കണം വളർന്നു വരുന്ന പെൺകുട്ടികൾ. നിങ്ങളുടെ മകളെ മാത്രം മതി. എനിക്കുള്ള പോലെ സ്ഥാനം അവൾക്ക് എന്റെ വീട്ടിലുണ്ടാവുമെന്ന് പറഞ്ഞു വരുന്ന നട്ടയിലുള്ളവന് കൊടുക്കും നിങ്ങളുടെ കയ്യിലുള്ള ധനം. അവന് പുതിയ തലമുറയെ വാർത്തെടുക്കാൻ അത് ഉപകരിച്ചേക്കും. തന്റെ അഭിപ്രായം ശക്തമായി തന്നെ എല്ലാവരുടെയും മുഖത്തോക്കി പറഞ്ഞ ശേഷം ഫ്രെഡി പുറത്തേക്ക് പോയി. അതിനനുകൂലിച്ചുകൊണ്ട് ദത്തേനും അവന് പുറകെ നടന്നു. വരുണിയും ഭദ്രയും നിസ്സഹായ ഭാവത്തിൽ പാർവതിയെ നോക്കി. എന്നെ കൺവിൻസ് ചെയ്യാൻ ആരും ശ്രമിക്കേണ്ട. എന്റെ ഹരിയേട്ടനല്ലാതെ എനിക്ക് മറ്റൊരാളെ ഭർത്താവിന്റെ സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ല. അത്രയ്ക്ക് അടുത്തുപോയി ഞങ്ങൾ. എല്ലാ അർത്ഥത്തിലും എനിക്കറിയാം എല്ലാവർക്കും എന്നോട് അസൂയ. അതുകൊണ്ട് ഇത് വേണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. പാർവതി അലറിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞെട്ടലോടെയാണ് മൂന്നുപേരും കേട്ടുന്നത്. ഭദ്ര ഫ്രെഡിക്കടുത്തേക്ക് പാഞ്ഞു. ഫ്രെഡി ചായ അവള് എല്ലാ അർത്ഥത്തിലും അവൻ്റെ ആയി കഴിഞ്ഞു. വിവാഹം ഉറപ്പിച്ച ശേഷം അവർ പുറത്തു വെച്ചൊക്കെ മീറ്റ് ചെയ്തിരുന്നു അത്രേ. അവനില്ലാതെ അവള് ജീവിക്കില്ല എന്നാ പറയുന്നത്. അവൻ പാവെന്ന അമ്മായി പറയണേ. പൊന്നും പണമൊക്കെ ചോദിക്കുന്നത് അവന്റെ ഇല്ലത്തുള്ളവരല്ലേ ഫ്രെഡി ചായ. അമ്മായിയും പാർവിനെയും കാണുമ്പോൾ പാവം തോന്നുക. നട്ടിലില്ലാത്തവൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് കേസ് കൊടുക്കാൻ വേണ്ടത്. നിനക്ക് ഈ ലോകത്തുള്ള എല്ലാവരും പാവങ്ങളാ. അങ്ങനെയൊന്നും പറയില്ല ഫ്രെഡി ചായ. മനസ്സിന് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ അവൾ ജീവിക്കട്ടെ. ആ സുഖവും സന്തോഷം അനുഭവിച്ചറിയുന്നവളായി ഞാൻ. എല്ലാം നഷ്ടമായും തോന്നിയ ചിലപ്പോൾ അവൾ വല്ല കടുങ്ങയും ചെയ്താലോ. ഫ്രെഡി അപ്പോഴൊന്നും മിണ്ടിയില്ല. ഭദ്രയെ തന്നെ ഉറ്റുനോക്കി അങ്ങനെ തന്നെ ഇരുന്നു അവൻ. അവൾ അവനോട് കൂടുതൽ ചേർന്നിരുന്നു. ഫ്രെഡി ചായ ഞാൻ കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് ഒത്തിരി ആഭരണങ്ങൾ ഫ്രെഡി ചായ വാങ്ങി തന്നിട്ടില്ലേ? അതിൽ ഞാൻ കുറച്ച് പാർവിന് കൊടുത്തോട്ടെ. ചെറുപുഞ്ചിരിയോടെ ഫ്രെഡി അവളെ ചേർത്ത് പിടിച്ചു. അതൊക്കെ എൻ്റെ ഭദ്രകുട്ടിക്ക് ചായൻ ഇഷ്ടപ്പെട്ട് വാങ്ങി തന്നാ. പാർവതിയുടെ വിവാഹം നടത്താൻ അതിൽ നിന്നൊരു തരി പോലും ഫ്രെഡിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടെ, നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ സഹായിക്കാം. പക്ഷെ അതിനുശേഷം ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തിനേയും നേരിടാൻ പാർവതി മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. ആർഭാടത്തോടെ തന്നെ വിവാഹം നടന്നു. 3 ദിവസം നീണ്ടുന്ന വിപുലമായ ചടങ്ങുകൾക്ക് ശേഷം പാർവതി ഹരികൃഷ്ണന്റെ ഇല്ലത്തേക്ക് യാത്രയായി. കൗസല്യക്ക് ഭദ്രയോട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള അവസരം പോലും ഫ്രെഡി അവർക്ക് കൊടുത്തിരുന്നില്ല. ദത്തിന് വരിണിയും കോട്ടയത്തുള്ള ഫ്രെഡിയുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അവിടെ അടുത്തായി തന്നെ അവരൊരു വീടും വാങ്ങി. ഭദ്രയുടെ പഠനവും ദാമ്പത്യ ജീവിതവും ഭംഗിയായി തന്നെ മുന്നോട്ട് പോയി. പാർവതിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഫോൺ വഴി ദത്തിനും ഭദ്ര ഇല്ലത്തുള്ളവരൊക്കെ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ക്രമേണ നിലച്ചു തുടങ്ങിയതും കൗസല്യക്കാകെ ഭയമായി. ആ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ദിവസം എല്ലാവരും കൂടി പാർവതിയുടെ ഇല്ലത്തേക്ക് യാത്രയായി. വലിയ ഇല്ലത്തിന്റെ പടിപ്പുര താണ്ടി അകത്തേക്ക് കടന്നവർ ഒരു കാഴ്ചയിൽ സംശയം ഉറപ്പിച്ചു നിന്നു. നിലത്ത് മുട്ടുകുത്തിയിരുന്ന ബക്കറ്റിലെ വെള്ളത്തിൽ തുണി മുക്കി പിഴിഞ്ഞെടുത്ത് വലിയ നീളം വരാന്തയുടെ നിലം തുടക്കുന്ന പാർവതിയുടെ ക്ഷീണിച്ച ശരീരം കണ്ടതും എല്ലാവരും ഒരുപോലെ പകച്ചു. ഒരു മുണ്ടു നേരിയതുമാണ് വേഷം. കഴുത്തിൽ നൂലുപോലൊരു താലിമാല മാത്രമാണ് ആകെയുള്ളത്. മോളെ പാറു, ഉറക്കെ വിളിച്ചുകൊണ്ട് കൗസല്യ അവൾക്കടുത്തേക്ക് പാഞ്ഞു. മോളെ, എന്ത് കോലാടി ഇത്! ഈശ്വര, ഞാൻ എങ്ങനെ വളർത്തിയതാ എന്റെ കുട്ടിയെ! ഇവിടെ ആരുമില്ലേ? വിളിക്ക്, എല്ലാവരും വിളിക്ക്. അപ്പോഴേക്കും ഹരികൃഷ്ണനും അവന്റെ അമ്മ പത്മിനിയും സഹോദരിയും ഭർത്താവൊക്കെ അവിടേക്ക് ഇറങ്ങി വന്നിരുന്നു. ആഹാ, ഇതുവരെ നിലം തുടച്ച് കഴിഞ്ഞില്ലേ? ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്ത് കൂട്ടിയിട്ടേക്കുന്ന തുണി അലക്കാൻ. അത്താഴത്തിന് എന്റെ ആംഗ്ലയും കുടുംബം ഉണ്ടാവും. പെട്ടെന്നാവട്ടെ. പറയുമ്പോൾ കണ്ണട നേരിയതിന്റെ തുമ്പാൽ തുടച്ച ശേഷം തിരികെ കണ്ണിൽ വെക്കുമ്പോഴാണ് മുറ്റത്തിൽ നിൽക്കുന്ന ആൾക്കൂട്ടം പത്മിനി കാണുന്നത്. ഓ, പാർവതിയുടെ വീട്ടുകാരാണല്ലേ. എല്ലാവരും കൂടി ഇങ്ങനത്തേക്ക് വരാൻ മാത്രം എന്താ ഇപ്പോൾ വിശേഷം? കൗസല്യേ, വലിയ കഷ്ടമായിട്ടോ നിന്റെ മോളുടെ കാര്യം. വന്ന് കയറിപ്പോ ഒരു വകയെ അറിയില്ലായിരുന്നു ഈ പെണ്ണിന്. അല്പം കഷ്ടപ്പെട്ടിട്ടാണ് ഞാനെല്ലാം പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറ്റം പറയുമ്പോൾ ഗുണവും പറയണല്ലോ. ഇപ്പൊ ഈ ഇല്ലത്ത് വാലിക്കാരിയെ നിർത്തേണ്ട കാര്യമില്ല. എല്ലാം ഇവൾ ഒറ്റൊരുത്തി തന്നെയാ ചെയ്യണത്. പ്രഭുവിന് സഹിച്ചില്ല. ശോഷിച്ച അവശയായി നിൽക്കുന്ന പാർവതിയെ നോക്കിയ ശേഷം അയാൾ പത്മിനിയോട് ദേഷ്യപ്പെട്ടു. പത്മിനി, എന്റെ വീടും പറമ്പ് വിറ്റിട്ടാ ഞാൻ എന്റെ 2 മക്കളെയും പഠിപ്പിച്ച്. ഈ നിലം തുടക്കുന്നവൾ ഒരു നേഴ്സാ. നിങ്ങളുടെ വീട്ടിലെ വാലിക്കാരിക്ക് പകരം വന്നവളല്ലേ ഇവള്? പത്മിനി അയാളെ നോക്കി പുച്ഛിച്ചു. ഈ നേഴ്സ് ഡോക്ടർ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് അറപ്പാ. പച്ചമാംസം വെട്ടിക്കീറുന്നവരും തുന്നിപ്പിടിപ്പിക്കുന്നവരും ഓർത്തിട്ട് ഛർദ്ദിക്കാൻ തോന്നുന്നു എനിക്ക്. ഈ ഇല്ലത്ത് അത്തരത്തിലുള്ള ഒരു അന്യമസ്ത്രം കയറുന്നത് എനിക്ക് ഇഷ്ടമില്ല. പെട്ടെന്നൊരു കാർ അൺലോക്ക് ചെയ്യുന്ന ശബ്ദത്തോടെ കേട്ടു. ഫ്രെഡി ഭദ്രയുടെ കൈയും പിടിച്ച് വലിച്ച് ദേഷ്യത്തിൽ പടിപ്പുര കടന്ന് പുറത്തു പോയിരുന്നു. അപ്പോഴും നിസ്സഹായഭാവത്തിൽ ഭദ്ര തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. പാർവതിയിൽ നിന്ന് നല്ല അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും ഭദ്രയുടെ മനസ്സിൽ പാർവതി എന്നൊരു അനുജത്തിക്ക് സമമായിരുന്നു. പാറു, ദത്തിന്റെ ഉറപ്പുള്ള വിളിയായിരുന്നു അത്. എടുക്കാനുള്ള എന്താന്ന് വെച്ചാ എടുത്തിട്ട് ഇറങ്ങിക്കോ. പാർവതിയെ പുറകിലേക്ക് തള്ളി മാറ്റി ഹരികൃഷ്ണൻ മുന്നിലേക്ക് വന്നു. അതാണ് ഇങ്ങനെ ഒറ്റക്കങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഇവളെ എന്റെ ഭാര്യ. എന്റെ സമ്മതമില്ലാതെ വിളിച്ചുകൊണ്ട് പോലും കൊണ്ടാക്കലൊന്നും ഈ ഇല്ലത്ത് നടക്കില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോനെ ഹരി. വെയിൽ താഴെ മുന്നേ പോയി തുണി നനച്ചിട്ട് വായി നോക്കി നിൽക്കുക അവള്. പാർവതിയെ പിടിച്ച് തള്ളിക്കൊണ്ട് പത്മിനി ഒച്ചയെടുത്തു. നീയൊക്കെ ഒരു സ്ത്രീയാണോ? പത്മിനിയുടെ നേർക്ക് കാർക്കിച്ച് തുപ്പി കൗസല്യ. അതിന് മറുപടി നൽകിയത് ഹരികൃഷ്ണന്റെ കരുത്തുറ്റ കരമായിരുന്നു. പാർവതിയുടെ കവിളിൽ കൈവീശി അടിച്ചു അവൻ. പാർവതി വേശി വീഴുന്നതിന് മുമ്പേ ഒരു തൂണിൽ താങ്ങി നിന്നു. ഇതെന്റെ അമ്മയുടെ നേർക്ക് നിന്റെ അമ്മയുടെ ശബ്ദം ഉയർന്നതിന് നിന്നെ തല്ലുന്നു നിന്റെ അമ്മയെ തല്ലുന്നൊക്കെ എനിക്ക് ഒരുപോലെയാ. ഹരികൃഷ്ണന്റെ പെങ്ങളും ഭർത്താവും ഒന്നും മിണ്ടാതെ എല്ലാം നോക്കിക്കണ്ട് ആസ്വദിച്ചു. പത്മിനി വീണ്ടും കൗസല്യക്ക് നേരെ തിരിഞ്ഞു. നീ വലിയ ശീലാവതി ചമേണ്ടടി. നിന്നെ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഇപ്പൊ ഒരു തന്നെ കയ്യും പിടിച്ചു പോയ ആ പെണ്ണ് നിന്റെ ഈ നിൽക്കണ കെട്ടിയോണ്ട് അനന്തരവളല്ലേ?
ആ പെങ്കൊച്ചിനെ നീ ആ ഇല്ലത്തിട്ട് പെടുത്തി കൂട്ടിയതൊക്കെ ഞാനും കുറെ കേട്ടിട്ടുള്ള. നീയാ എന്റെ നേർക്ക് ശബ്ദം ഉയർത്തുന്നു. കൗസല്യയുടെ മുഖം കുനിഞ്ഞു. കാലം തനിക്ക് തിരിച്ചടി തന്ന് തന്റെ മകളെ മുൻനിർത്തിയാണെന്നോർത്ത് അവരുടെ നെഞ്ചു തകർന്നു. കണ്ടും കേട്ടു ഇനി വയ്യെന്നായി ദത്തിന്. ഒമ്പരത്തേ കയറി പാർവതിയുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാനാഞ്ഞതും ഹരീഷ്ണൻ അവനെ പുറകിൽ നിന്നും ചവിട്ടി. പെട്ടെന്നുള്ള ചവിട്ടിൽ ദത്തിനും പാർവതിയും മുറ്റത്തേക്ക് കമിഴ്ന്നു വീണു. അയ്യോ ദത്ത! വരണി വിളിച്ചുകൊണ്ട് അവനടുത്തേക്ക് പാഞ്ഞു. ഒപ്പം നിലവിളിച്ചുകൊണ്ട് കൗസല്യയും പ്രഭു ഓടിയെത്തി ഇരുവരെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു. കാറിൽ നിന്നെല്ലാം കണ്ടുകൊണ്ട് സ്റ്റെയറിംഗിൽ താളം പിടിച്ചിരുന്നവന്റെ മുഷ്ടികൾ മുറുകി. നന്നാവാൻ സമ്മതിക്കില്ല. കോച്ച് കാറിൽ തന്നെ ഇരുന്നോ? ഈച്ചായനൊരു സർജറി ചെയ്തേച്ചും വരാം. ഫ്രെഡിച്ച പേടിക്കാതെ വെച്ചേ. ഈച്ചായൻ ഇതൊക്കെ ശീലാന്നേ. വീട്ടിൽ ചെന്നിട്ട് അമ്മച്ചിയോട് ചോദിച്ചു നോക്ക്. നിന്റെ ഫ്രെഡിച്ചായന്റെ പഴയ തല്ലികുളിത്തരം മുഴുവൻ കൊച്ചിന് പറഞ്ഞുതരും. ഡോർ തുറന്ന് പുറത്തിറങ്ങിയാൽ വലതുകാൽ പുറകിലേക്ക് തട്ടി മുണ്ട് പിടിച്ചെടുത്ത് മടക്കി കുത്തിക്കൊണ്ട് കാറിന്റെ ഡിക്കി തുറന്നു. അവിടെ നിന്നൊരു സ്റ്റീൽ ടെലസ്കോപ്പിംഗ് ലഗ്രേഞ്ച് കയ്യിലെടുത്ത് പടിപ്പുര കടന്നു ഹരീഷ്ണനും ആളിന് മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. തന്റെ അടുത്തേക്ക് ഓടിയെടുത്ത ഹരീഷ്ണന്റെ നേർക്ക് ലഗ്രേഞ്ച് ചുറ്റിക്കൊണ്ട് താടി നോക്കി വീശിയടിച്ചു ഫ്രെഡി. അവന്റെ ഒറ്റയടിയിൽ ഹരീഷ്ണന്റെ കടയിലെ പല്ലും ചോര ഒരുപോലെ പുറത്തേക്ക് തെറിച്ചു. അത് നിലം പതിക്കും മുമ്പ് തന്നെ നെഞ്ചും കൂടി തകർത്തുകൊണ്ട് ഒരു ചവിട്ടുകൂടി കിട്ടിയിരുന്നു. ഊരിത്തെറിച്ച പല്ലിനേക്കാൾ വേഗത്തിൽ നിലം തൊട്ട് ഹരീഷ്ണൻ തന്നെയായിരുന്നു. ദത്തിനും ഫ്രെഡി ഇരുവരെയും നിഷ്പ്രയാസം നേരിട്ടു. ദേഹമാസകലും മുറിവുകളോട് നിലത്തി കിടന്ന് പിടഞ്ഞു ഹരീഷ്ണനും അളിയനും. പച്ചമാംസം കീറുന്നുണ്ട ഛർദ്ദിക്കാൻ തോന്നാത്ത ഡോക്ടർമാർ ഒരുപാടുണ്ട് നാട്ടില്. അവിടെ കൊണ്ടുപോയി തുന്നിക്കെട്ടി ഈ വാഴമ്പിണ്ണികളെ. ഇല്ലെങ്കിൽ ഇവന്റെയൊക്കെ പോസ്റ്റ്മോർട്ടം എന്റെ കൈ കൊണ്ട് തന്നെ നടത്തും ഞാൻ. പറഞ്ഞ ശേഷം പാർവതിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് കാണുന്ന ഫ്രെഡി തന്നെയായിരുന്നു. ഭദ്രയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞ് കൗസല്യ. മോളെന്നോട് ക്ഷമിക്കണം. ഈ അമ്മായി മോളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിന്റെ ശിക്ഷ അമ്മായിയുടെ മുമ്പിൽ ദൈവം കാണിച്ചു തന്നു. എന്നെ ശിക്ഷിക്കാതെ എൻ്റെ മകൾക്ക് തന്നെ ദൈവം കൃത്യമായിട്ട് അത് കൊടുക്കുകയും ചെയ്തു. ഭഗവാൻ അറിയാം. എന്നാൽ മാത്രമേ കുറ്റബോധത്തിന്റെ തീശൂളയിൽ ഞാൻ പൊള്ളിപ്പിടയൂന്ന് ഭദ്ര അവരോട് ക്ഷമിച്ചു കൊടുത്തു. അന്നേരം തന്നെ അമ്മായിയാണ് ഈ ലോകങ്ങളുടെ ഏറ്റവും നല്ല സ്ത്രീ എന്ന് ചിന്തിച്ചു പോകുന്ന വിശാല മനസ്കതയായിരുന്നു ആ പെൺകുട്ടിയുടേത്. നീണ്ടകാലത്ത് നിയമ പോരാട്ടത്തിനൊടുവിലായിരുന്നു പാർവതിക്ക് നീതി ലഭിച്ച്. പാർവതിയെ ദത്തൻ കോട്ടയത്തേക്ക് കൊണ്ടുപോയി. ഫ്രെഡി അവൾക്ക് തന്റെ ഹോസ്പിറ്റലിൽ ജോലിയും കൊടുത്തു. ലോൺ അടക്കാൻ കഴിയാതെ വിഷമിച്ച പ്രഭുവിനെ സഹായിച്ച ഫ്രെഡി തന്നെയായിരുന്നു. വലിയൊരു തുക കൊടുത്ത ഇല്ലം ഭദ്രയുടെ പേരിൽ വാങ്ങിച്ചു അവൻ. കാലം കഴിഞ്ഞു പോകെ പഠനം പൂർത്തിയാക്കി കുരിശിങ്കൽ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് കാലുവെച്ചു ഭദ്ര. അവളുടെ കൂടെ നെടുന്തൂണായി ഫ്രെഡിയും ഒപ്പം ഉണ്ടായിരുന്നു. 2 വർഷങ്ങൾ പിന്നിട്ടതും പാർവതി വീണ്ടും വിവാഹിതയായി. ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അരുൺ മേനോൻ എന്ന ഡോക്ടർ അവളെ തന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി. ഒരിക്കൽ കൂടി ഒരു ഹണിമൂൺ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുകയാണ് ഫ്രെഡിയും ഭദ്രയും. യൂറോപ്യൻ രാജ്യങ്ങളായ ഇംഗ്ലണ്ട്, ബെൽജിയം, ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി, സ്വിറ്റ്സർലൻഡ് ആൻഡ് ഫ്രാൻസ് ഇവിടേക്കൊക്കെ ആയിട്ട് 1 മാസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് ഫ്രെഡി. മടങ്ങിയവരിൽ തന്റെ ഉദരത്തിൽ പറ്റിച്ചേർന്ന കുഞ്ഞു തുടിപ്പിൽ അവളിലെ സ്ത്രീ പൂർണ്ണയായി. ദത്തിനും വരണിക്കൊരു മകളാണ്, ആത്മജ എന്ന ആമി. ഭദ്രയ്ക്കും ഫ്രെഡിക്കും ഒരു മകൻ ജനിച്ചു. ആബിയിൽ ഫ്രെഡി, കുരിശിങ്കൽ എന്ന അബി. അബി ആമി ഒരുമിച്ച് സന്തോഷത്തോടെ വളർന്നു. ഭദ്രയുടെ ഇല്ലത്ത് ഇപ്പോഴും മുത്തശ്ശനും പ്രഭുവും കൗസല്യം സമാധാനത്തോടെ തന്നെ ജീവിക്കുന്നുണ്ട്. ഇടയ്ക്കിടക്കും വിശേഷ ദിവസങ്ങളിലൊക്കെ എല്ലാവരോടും ഒത്തുകൂടാറുണ്ട്. ഫ്രെഡിയുടെ വീട്ടിലും കുഞ്ഞ് ആബിയിലുമൊത്ത് വിശ്രമ ജീവിതം ആസ്വദിക്കാൻ തിരക്കിലാണ് കുര്യനും എലിസബത്തും. ഇന്നൊരു വിശേഷ ദിവസമാണ്. പ്രിയ കൂട്ടുകാരി ആതിരയുടെ വിവാഹം. കൂട്ടുകാരെല്ലാവരും അവിടേക്ക് പോകാനുള്ള തിരക്കിലാണ്. ഈ ജീവിതങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഫ്രെഡിയുടെയും അവൻ്റെ ഭദ്രയുടെയും കഥ ഒരിക്കലും പൂർണ്ണതയിലെത്താൻ നീണ്ടു പോവുക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സിൻ്റെ നന്മ പോലെ നമ്മൾ ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് ഓരോ ഹൃദയങ്ങളിൽ അവർ ജീവിക്കട്ടെ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി ഇതിനൊരു തുടർച്ചയുണ്ടാവില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.